ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വോയിസ് ക്ലിയർ ആണോ? വോയിസ് ഓക്കെ ആണോ? എല്ലാവർക്കും വോയിസ് ഓക്കെ ആണോ? ക്ലിയർ ആണോ? വോയിസ് ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഇതില് സ്ലൈഡ് ഷെയർ ചെയ്തിട്ടുള്ള വേറൊരു ഇതെന്നാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് ഇതെന്നായിരിക്കും. ഓക്കെ, അപ്പൊ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സ്ക്രീനും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഒന്ന് പറഞ്ഞ, സ്ക്രീനും വോയിസും ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് പോവാം. നമ്മൾ ഓൾറെഡി തന്ന PYQ ബേസ്ഡ് ആണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും ക്ലാരിറ്റി കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും വോയിസ് എന്തെങ്കിലും കട്ട് ആവുന്നുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ പറയാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് എന്താണ്, വേൾഡ് ഹാർട്ട് ഡേ അല്ലെ, ലോക ഹൃദയ ദിനം എന്നാണ്. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ലോക ഹൃദയ ദിനം എന്നാണ്. ലോക ഹൃദയ ദിനം എന്നാണ്. എന്നാണോ ഉത്തരം പറഞ്ഞത്? അതെ, നമുക്ക് ബാക്കി നോക്കാം. ഏതാണ്? നമുക്ക് അറിയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ജനറൽ ആയിട്ട് ചോദിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലോക ഹൃദയ ദിനം എപ്പോഴാണ്? ലോക ഹൃദയ ദിനം എപ്പോഴാണ്? സെപ്റ്റംബർ 29 ആണ്. എപ്പോഴാണ്? സെപ്റ്റംബർ 29 ആണ് ലോക ഹൃദയ ദിനം. അപ്പൊ നമുക്ക് ഇതിൽ ജൂൺ 12 നമുക്കറിയാം. ജൂൺ 12 ഒരു ഇതാണ് ആൻസർ വരിക. ജൂൺ 12ന്റെ പ്രത്യേകത എന്താ? ജൂൺ 12 എന്ത് ദിനാണ്? നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ പറഞ്ഞാണ്. എന്താണ് ജൂൺ 12ന്റെ പ്രത്യേകത? എന്താണ്? ലോക ബാലവേല വിരുദ്ധ ദിനമാണ്, അല്ലെങ്കിൽ ചൈൽഡ് ലേബർ അല്ലേ? എന്താണ് ലോക ബാലവേല വിരുദ്ധ ദിനമാണ്. അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരുടെ ജന്മദിനമാണ് ലോക ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ലോക ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്? കഴിഞ്ഞ ക്ലാസ് പറഞ്ഞില്ലേ? ഏത് പെൺകുട്ടിയുടെ ജന്മദിനമാണ് ലോക ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്? ആർക്കെങ്കിലും അറിയോ ഏത് പെൺകുട്ടിയുടെയാണ്? ഒരു പെൺകുട്ടിയുടെ ജന്മദിനം നമ്മൾ പറഞ്ഞു. ആരാണ്? ആൻ ഫ്രാങ്ക് ആണല്ലോ. ആരാണ്? ആൻ ഫ്രാങ്ക് ആണ്. ആൻ ഫ്രാങ്ക്. നിങ്ങൾ നോട്ട് എഴുതി പോകില്ലേ കൂടെ? ആൻ ഫ്രാങ്കിന്റെ ജന്മദിനമാണ്. ആൻ ഫ്രാങ്ക് ജൂത പെൺകുട്ടിയാണല്ലേ. ജർമ്മനിയില് ഹിറ്റ്ലർ ഏതാണ്? നാസിസ് ആണോ ഫാസിസ് ആണോ? ഹിറ്റ്ലർ അല്ലെ. ജർമ്മനിയൊക്കെ പഠിക്കുന്ന ഹിറ്റ്ലർ നാസിസ് ആണോ ഫാസിസ് ആണോ? ഫാസിസ് ആയിട്ട് ബന്ധപ്പെട്ടാണോ നാസിസ് ആയിട്ട് ബന്ധപ്പെട്ടാണോ നമ്മൾ ഹിറ്റ്ലർ എന്ന് പറഞ്ഞ പേര് കേൾക്കുക? നാസിസ് ആണോ ഫാസിസ് ആണോ? ഏതാണ് ഹിറ്റ്ലർ? ഏതാ? നാസിസം ഓർ ഫാസിസം? ഇമ്പോർട്ടന്റ് ആണ്. നാസിസം ഓർ ഫാസിസം. ജർമ്മനിയിൽ എന്തായിരുന്നു? നാസിസ് ആണോ ഫാസിസ് ആണോ? ജർമ്മനിയിൽ നാസിസ് ആണോ ഫാസിസ് ആണോ? ജർമ്മനി പെട്ടെന്ന് പറഞ്ഞ, ജർമ്മനിയിൽ നാസിസ് ആണോ ഫാസിസ് ആണോ? ജർമ്മനിയിൽ നാസിസം ആണോ ഇമ്പോർട്ടന്റ് ആണ്. അഡോൾഫ് ഹിറ്റ്ലർ നാസിസ് ആണോ ഫാസിസ് ആണോ? അതുപോലെ നമ്മൾ പഠിക്കല്ലേ, ലീഡർ ഓഫ് നാസി പാർട്ടിയാണ്. നാസിസ് ആണ് കേട്ടോ, ഫാസിസ് അല്ല. ഏതാണ്? നാസിസ് ആണ്. അപ്പൊ ഹിറ്റ്ലർ ഏതാണ്? നാസിസം ജർമ്മനി. ആ ഒരു കോംബോ കൊടുത്തിരിക്കുക. എന്താണ്? ഹിറ്റ്ലർ നാസിസം ജർമ്മനി. അങ്ങനെയാണെങ്കിൽ മുസോളിനി അല്ലെ. മുസോളിനി ഏതായിരിക്കും? ഹിറ്റ്ലർ നാസിസം ജർമ്മനി. ജർമ്മനിയുടെ ക്യാപിറ്റൽ ആണ് ബെർലിൻ. നമുക്കറിയാം ജർമ്മനിയുടെ ക്യാപിറ്റൽ ആണ് ബെർലിൻ. അങ്ങനെയാണെങ്കിൽ മുസോളിനി ഏതാ? ഫാസിസം. ഏതാ രാജ്യം? എവിടെയാണ് ഈ ഫാസിസം? മുസോളിനി ഫാസിസം രാജ്യം ഏതാ?
രാജ്യം ഏതാ? മുസോളിനി ഫാസിസം. രാജ്യം ഏതാന്ന് വെച്ചാൽ ഇറ്റലിയാണ് അല്ലെ? ഇറ്റലിയാണ്. ഇറ്റലിന്റെ ക്യാപിറ്റൽ ഏതാണ്? ഇറ്റലിന്റെ ക്യാപിറ്റൽ ഏതാ? ക്യാപിറ്റൽ ഓഫ് ഇറ്റലി ഏതാ? എക്സാമിന് ചോദിക്കാറില്ലേ ഏതാണ് ഇറ്റലിന്റെ ക്യാപിറ്റൽ ഏതാ? റോമയാണ്. ഏതാണ്? റോമയാണ്. ക്യാപിറ്റൽ ഏതാണ്? റോമയാണ്. ഒന്ന് ഓർത്തിരിക്കുക അല്ലെ? റോമയല്ല, റോം. എന്താണ്? റോമാണ്. ഏതാണ്? റോമാണ്. ഏതാണ്? റോമാണ്. ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ജൂൺ 12 എന്താണ്? ബാലവേല. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞായിരുന്നു ജൂലൈ 12 എന്താ പ്രത്യേകത? ജൂലൈ 12 എന്താ പ്രത്യേകത? നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ? നബാർഡ് വന്നു. ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി. ഇപ്പൊ 1982 നബാർഡ് വന്നു. 1982 ജൂലൈ 12. ജൂലൈ 12 എന്ത് ദിനമാണെന്ന് വെച്ചാൽ എന്താണ്? മലാലാ ദിനമാണ്. ഏതാണ്? മലാലാ ദിനമാണ്. ഇത് രണ്ടും മാറരുത് അല്ലെ? മലാലാ ദിനമാണ്. ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ നമുക്കറിയാം സെപ്റ്റംബർ 29 നമ്മൾ പറഞ്ഞു ലോക, നമ്മൾ ഉത്തരമായിട്ട് വരുന്ന ലോക ഏതാണ്? ഹൃദയ ദിനമാണ് അല്ലെ? ലോക ഹൃദയ ദിനമാണ്. അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബർ ഏപ്രിൽ 19 പ്രത്യേകിച്ച് വലിയ പ്രത്യേകത ഒന്നും ദിവസമല്ല എന്നൊക്കെ തോന്നുന്നു. പക്ഷെ സെപ്റ്റംബർ 27 ഒരു പ്രത്യേകത ഉണ്ട്. എന്ത് ദിനാ? സെപ്റ്റംബർ 27 പ്രത്യേകത പറ. നമ്മൾ ഇങ്ങനെ തന്നെ പഠിക്കണം. സെപ്റ്റംബർ 27, 28, 29 3 ദിവസത്തിന് ഓരോ പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? സെപ്റ്റംബർ 27 പ്രത്യേകത എന്താ? PSC ചോദിക്കാൻ, നമ്മൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് സെപ്റ്റംബർ 27. എന്താ പ്രത്യേകത? ഒന്ന് പറഞ്ഞേ. ആർക്കെങ്കിലും അറിയാണോ? ഒന്ന് പറഞ്ഞ സെപ്റ്റംബർ 27 പ്രത്യേകത എന്താ? സെപ്റ്റംബർ 27 പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ പറയും സെപ്റ്റംബർ 27 ലോക ടൂറിസം ദിനമാണ്. ലോക ടൂറിസം ദിനം. അപ്പൊ എഴുതി വെക്കുക, പഠിക്കുക. ലോക ടൂറിസം. ലോക ടൂറിസം ദിനം. സ്ക്രീൻ ക്ലിയർ അല്ലേ? സ്ക്രീൻ ക്ലിയർ അല്ലേ? എഴുതുന്ന ക്ലിയർ ആണോ? കാണുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, ക്ലിയർ ആണോ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ എന്താണ്? ലോക ടൂറിസം ദിനാണ് സെപ്റ്റംബർ 27 ലോക ടൂറിസം ദിനം. നമ്മൾ ഈ ദിനങ്ങൾ പഠിക്കുമ്പോൾ അടുത്തടുത്തുള്ള ദിനങ്ങൾ ഒന്നിച്ച് പഠിച്ചു വെച്ചാൽ നമുക്ക് ഓർത്തിരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, 27 ലോക ടൂറിസം. 28 എന്താ? 28 എന്തിനാ? സെപ്റ്റംബർ 28 എന്ത് ദിനാ? സെപ്റ്റംബർ 28 എന്ത് ദിനാ? സെപ്റ്റംബർ 28 എന്താന്ന് വെച്ചാൽ ലോക റാബിസ് ദിനമാണ്. ലോക റാബിസ് ദിനമാണ്. ലോക റാബിസ് ദിനമാണ്. ലോക എന്താണ്? റാബിസ് ദിനമാണ്. ലോക റാബിസ് ദിനമാണ്. 29 ഹൃദയ ദിനമാണ്. ലോക ഹൃദയ ദിനമാണ്. ലോക ഹൃദയ ദിനമാണ്. അപ്പൊ ഓർത്തിരിക്കുക, 27 ലോക ടൂറിസം ദിനം. എല്ലാം ലോകമാണ് കേട്ടോ. സെപ്റ്റംബർ 27 ടൂറിസം, സെപ്റ്റംബർ 28 റാബിസ് ദിനം, സെപ്റ്റംബർ 29 ഹൃദയ ദിനം. മൂന്നും പഠിച്ചോ? 27 ടൂറിസം, 28 റാബിസ്, 29 ഹൃദയ. ഇവിടെ ടൂറിസം പഠിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കണം. സെപ്റ്റംബർ 27 ലോക ടൂറിസം ദിനമാണ്. അങ്ങനെയാണെങ്കിൽ ദേശീയ ടൂറിസം ദിനം എപ്പോഴാണ്? നാഷണൽ ടൂറിസം ദിനം. ദേശീയ ടൂറിസം ദിനം എപ്പോഴാ? ആർക്കറിയാ? ഒന്ന് പറഞ്ഞ. ദേശീയ ടൂറിസം ദിനം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ദേശീയ ടൂറിസം നമ്മൾ കുറച്ച് ദിനങ്ങൾ നമുക്ക് എന്ത് പഠിച്ചു വെക്കാം, നമുക്ക് ഓരോ ക്ലാസ്സിലായിട്ട് പഠിക്കാം. പ്രധാനപ്പെട്ട കുറച്ച്. സെപ്റ്റംബർ 27 ലോക ടൂറിസം ദിനമാണ്. ദേശീയ ടൂറിസം ദിനം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? അന്ന് വേറൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ അന്നത്തെ പ്രത്യേകത? വേറൊരു പ്രത്യേകതയും കൂടി അന്ന് ജനുവരി 25 അല്ലെ? ഏതാണ്? ജനുവരി 25. ഈ ജനുവരി 25 വേറൊരു പ്രത്യേകതയും കൂടിയില്ല. എന്താ ജനുവരി 25 മറ്റൊരു പ്രത്യേകത? ജനുവരി 25 വേറൊരു പ്രത്യേകത എന്താ? ജനുവരി 25 വേറൊരു ദിനം, ദേശീയ ടൂറിസം ദിനമാണ്. അന്ന് വേറൊരു ദിനം കൂടിയാണ്. ഇന്ത്യയിൽ അന്ന് വേറൊരു ദിനം കൂടിയായിട്ട് ആചരിക്കുന്നത്. ഏത് ദിനാന്ന് പറയും? നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്. സമ്മതിദായക ദിനം അല്ലെ? വോട്ടേഴ്സ് ഡേ ആണ്. ദേശീയ സമ്മതിദായക ദിനം അല്ലെങ്കിൽ നാഷണൽ വോട്ടേഴ്സ്. അപ്പൊ എന്തുകൊണ്ടാണ് ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്? അപ്പൊ നമ്മളൊരു ദിനം പഠിക്കുമ്പോൾ അത് എന്തുകൊണ്ടാന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഉത്തരം കിട്ടും അല്ലെ? അപ്പൊ എന്തുകൊണ്ടാണ് ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനം അല്ലെങ്കിൽ നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് അതിനുള്ള കാരണം എന്താ? അതിനൊരു കാരണം ഉണ്ട്. എന്താണെന്നറിയോ? എന്താ അതിനുള്ള കാരണം? ആ കാരണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടി ഉത്തരം കിട്ടും. എന്താണ് നാഷണൽ വോട്ടേഴ്സ്? അപ്പൊ നമ്മൾ ഈ വോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുമായിട്ട് ഒരു സ്ഥാപനമായിട്ട് ബന്ധപ്പെടണം. ഏത് സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടാണ് വരിക? ഈ വോട്ടർമാർക്ക് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം. ഏത് സ്ഥാപനമാണ്? വോട്ടിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ നടത്തുന്ന ആരാ? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പൊ ഈ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്ന ഡേറ്റ് അതായത് 1950 ജനുവരി 25 നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്തത്? നിലവിൽ വന്നത്. ഇപ്പൊ എത്ര വർഷമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നിട്ട്? എത്ര വർഷമായി? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എത്ര വർഷമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? ഇപ്പൊ 2025 1950 ജനുവരി 25 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു. അപ്പൊ 2025 ആകുമ്പോഴേക്ക് എത്ര വർഷമായി? എത്ര വർഷമായിടോ? 2025 ആകുമ്പോഴേക്ക് എത്ര വർഷമായി? 75ാം വാർഷികമാണ്. നമ്മുടെ ഈ പറഞ്ഞ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 75ാം വാർഷികമാണ് ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ. 75ാം വാർഷികമാണ് അല്ലെ? കേന്ദ്ര
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നപ്പോഴാണ് 1950 ജനുവരി 25. അപ്പൊ ഓർത്തിരിക്കുക, അങ്ങനെ തന്നെ പഠിക്കാം. ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ എന്ന് പഠിക്കുമ്പോൾ അവിടെ തന്നെ പഠിക്കാം 1950 ജനുവരി 25 എന്ത് വന്നു? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നു. അങ്ങനെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ പഠിക്കും ജൂൺ 5. ജൂൺ 5 നിങ്ങൾക്ക് അറിയാം. ജൂൺ 5ന്റെ പ്രത്യേകത എന്താ? ജൂൺ 5ന്റെ പ്രത്യേകത എന്താ? ജൂൺ 5ന്റെ പ്രത്യേകത പറ. ജൂൺ 5 നിങ്ങൾക്കറിയാം, എല്ലാവർക്കും വരുന്ന പ്രത്യേകത. ജൂൺ 5ന്റെ പ്രത്യേകത എന്താ? ലോക പരിസ്ഥിതി ദിനമാണ്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണല്ലേ. അപ്പൊ ഞാൻ ചോദിക്കണം, എന്തുകൊണ്ടാണ് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത്? കാരണം എന്താ? എന്തുകൊണ്ടാണ് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത്? അതിനുള്ള കാരണം എന്താ? എന്താണ് അതിനുള്ള കാരണം? അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ വേറൊരു ക്വസ്റ്റിനും കൂടി നമുക്ക് ഉത്തരം ചെയ്യാം. നമുക്കിവിടെ ഒരുപാട് GK ഒന്നും വേണ്ട, കണക്ട് ചെയ്ത് കുറച്ച് ഫാക്ട്സ് പഠിച്ചു വെച്ചാൽ മതി അല്ലേ. അപ്പൊ നമുക്കറിയാം ജൂൺ 5 ലോക പരിസ്ഥിതി. ആർക്കെങ്കിലും അറിയോ? അപ്പൊ ജൂൺ 5 എന്തുകൊണ്ട് പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നു? ഒരു ക്ലൂ ഞാൻ തരാം. അതായത് നമുക്ക് ഐക്യരാഷ്ട്ര സംഘടനയെ പറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ലേ? ഐക്യരാഷ്ട്ര സംഘടനയെ പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കാറില്ലേ? അപ്പൊ ഈ ഐക്യരാഷ്ട്ര സംഘടനയായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയായിട്ട് ബന്ധപ്പെട്ട് പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഏജൻസി ഉണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ. ഏത് ഏജൻസിയാ? പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ വരുന്ന ഏജൻസിയാണ്. നമ്മൾ പഠിക്കണം. ഏജൻസികൾ മൊത്തമൊന്നും പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഏജൻസികളും അത് വന്ന വർഷം പിന്നെ ഏതാണ് അതിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് നമ്മൾ പഠിച്ചോളാം. അപ്പൊ ഐക്യരാഷ്ട്ര സംഘടന ഒരു ഏതാണ്? UNEP ആണ്. ഏതാണ്? UNEP അല്ലെ? UNEP. ഈ UNEP നിലവിൽ വന്നപ്പോഴാണ് UNEP നിലവിൽ വന്നപ്പോഴാന്ന് വെച്ചാൽ നമുക്ക് അവിടെ എഴുതാ, ഇവിടെ തന്നെ പഠിക്കാം. 1972 ജൂൺ 5. അപ്പൊ ഇതാണ് അതിനുള്ള കാരണം. 1972 ജൂൺ 5 എന്ത് വന്നു? UNEP നിലവിൽ വന്നു. അതുകൊണ്ട് ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ ഉത്തരം കിട്ടിയില്ലേ? അപ്പൊ UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം, അതാണ് അതിന്റെ ഫുൾ ഫോം. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം എന്ന് നിലവിൽ വന്നു 1972 ജൂൺ 5. അപ്പൊ നമ്മൾ ഒരു കാര്യം കൂടി പഠിക്കാം. UNEPന്റെ ആസ്ഥാനം ഇമ്പോർട്ടന്റ് ആണ്. എവിടെയാണ് UNEPന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്? അതായത് പൊതുവെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനമൊക്കെ പൊതുവെ നമ്മൾ പഠിക്കുന്ന എവിടെയാണ്? ഈ പറഞ്ഞ വാഷിംഗ്ടൺ DC-യും പിന്നെന്താണ് ജനീവ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പഠിക്കാം അല്ലെ, ന്യൂയോർക്ക് ഒക്കെ പഠിക്കാം. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? നെയ്റോബിയാണ്. എന്താ പ്രത്യേകത? ഈ നെയ്റോബി എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ്? നെയ്റോബി എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്താണെന്ന് വെച്ചാൽ എവിടെയാണത്? കെനിയാണ്. അതായത് ഇതിന്റെ ആസ്ഥാനം ഈ കെനിയ എന്ന് പറയുന്നത് എവിടെയാണ്? ആഫ്രിക്കയിലാണ് വരുന്നത്. ആഫ്രിക്കൻ വൻകരയിലാണ് വരുന്നത്. എവിടെയാണ്? ആഫ്രിക്കയിലാണ്. അതാണ് ഒരു പ്രത്യേകത. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം എന്ന് വന്നു വെച്ചാൽ നമ്മൾ പറയും 1972 ജൂൺ 5 വന്നു. എവിടെയാണ് ആസ്ഥാനം വെച്ചാൽ നമ്മൾ ഇവിടെ വരും? നെയ്റോബി കെനിയ ആഫ്രിക്ക. ഇതുപോലെ തന്നെ നമുക്കറിയാം എന്താണ് വേറെ ദിനം. എന്നാണ് ലോക ഭക്ഷ്യദിനം? എപ്പോഴാ പറഞ്ഞേ? ലോക ഭക്ഷ്യദിനം, വേൾഡ് ഫുഡ് ഡേ. ലോക ഭക്ഷ്യദിനം എപ്പോഴാ? ആരെങ്കിലും പറഞ്ഞേ? വേൾഡ് ഫുഡ് ഡേ എപ്പോഴാ? വേൾഡ് ഫുഡ് ഡേ വേൾഡ് ഫുഡ് ഡേ എപ്പോഴാ? പെട്ടെന്ന് പറഞ്ഞ വേൾഡ് ഫുഡ് ഡേ. ആർക്കും അറിയില്ല. വേൾഡ് ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16 ട്ടാ. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാ. ഒക്ടോബർ 16. ഏതാണ്? ഒക്ടോബർ 16 അല്ലേ. അപ്പൊ ലോക ഭക്ഷ്യദിനം അല്ലെങ്കിൽ വേൾഡ് ഫുഡ് ഡേ ഒക്ടോബർ 16. അപ്പൊ ഞാൻ ചോദിക്കണം, എന്തുകൊണ്ടാണ് ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായിട്ട് ആചരിക്കുന്നത്? അത് നമ്മൾ വീണ്ടും ഐക്യരാഷ്ട്ര സംഘടനയിൽ പോകുമ്പോൾ എന്തുകൊണ്ടാ ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായിട്ട് ആചരിക്കാനുള്ള കാരണം എന്താ? ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16 എന്താ കാരണം? അവിടെ നമ്മൾ പഠിക്കും FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. അത് എപ്പോഴാ വന്നേ? FAO എപ്പോഴാ വന്നത്? FAO വന്ന ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. FAO എപ്പോഴാ വന്നത്? FAO വന്ന് നമ്മൾ അവിടെ എഴുതുക. 1945 ഒക്ടോബർ 16. 1945 ഒക്ടോബർ 16. അപ്പൊ ഈ FAOന്റെ ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫാസിസ് എവിടെയായിരുന്നു? മുസോളിനി ഫാസിസ് ആണ്. അതെവിടെയാണ്? റോമാണെന്ന് പറഞ്ഞല്ലേ. അപ്പൊ FAOന്റെ ആസ്ഥാനം എവിടെയാണ്? റോമാണ്. റോം എവിടെയാണ്? ഇറ്റലിന്റെ തലസ്ഥാനമാണല്ലോ റോം. ഇറ്റലിന്റെ തലസ്ഥാനമാണ് റോം എന്ന് പറഞ്ഞാൽ. ഈ റോമിൽ ഒരു ഒളിമ്പിക്സ് ഉണ്ട്. ആ ഒളിമ്പിക്സ് റോമിൽ ഒളിമ്പിക്സ് നടന്ന വർഷത്തെ അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ട് ആണ്. ആ ഒരു ഫാക്ട് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ഏത് ഒളിമ്പിക്സ്? റോം ഒളിമ്പിക്സ് നടന്ന വർഷം എപ്പോഴാണ്? ആരെങ്കിലും അറിയോ? ആ ഒളിമ്പിക്സിന് പ്രത്യേകത ഉണ്ട്. ആ വർഷം ഞാൻ പറയാം. റോം ഒളിമ്പിക്സ് 1960 ഈ റോമിൽ ഒളിമ്പിക്സ് നടക്കുന്നത്. ആ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിന്റെ പേരാണ് നമ്മൾ പഠിക്കുക. ആരാന്നറിയോ? ഏത് വ്യക്തിയാണെന്നറിയോ? അദ്ദേഹമാണ് നമുക്ക് PT ഉഷേനെ അറിയാം അല്ലെ. PT ഉഷേന്റെ പ്രത്യേകത എന്താ? ഒളിമ്പിക്സിൽ ഫൈനലിൽ എത്തി അല്ലെ. സെക്കൻഡിന്റെ ഒരു അംശത്തിന് എന്ത് ചെയ്തു? വെങ്കല മെഡൽ അല്ലെ. 3ാം സ്ഥാനം നഷ്ടമായി അല്ലെ.
അതുപോലെ തന്നെ ഒരു ഇന്ത്യക്കാരൻ, ഒരു ഇന്ത്യൻ അത്ലറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പുരുഷ താരമാണ്. അദ്ദേഹം ഈ ഒളിമ്പിക്സിന്റെ ഫൈനലിൽ എത്തിയിട്ട് ഇതേപോലെ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, 3ാം സ്ഥാനം നഷ്ടമായിട്ടുണ്ട് അല്ലെ. ആരാണത്? ആരാന്നറിയോ? അദ്ദേഹം നമ്മ പറക്കും സിംഗ് എന്നൊക്കെയാന്ന് വിളിക്കുക. അങ്ങനെയായിരിക്കും ചിലപ്പോൾ എക്സാമിൽ കൊടുക്കുക. പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ അത്ലറ്റ് താരം ആരാണ്? അത് മിൽഖാ സിംഗ് ആണ്. ആരാണ്? മിൽഖാ സിംഗ് ആണ്. ഈ മിൽഖാ സിംഗ് പങ്കെടുത്ത ഒളിമ്പിക്സ് ആണ് ഏതെന്ന് പറഞ്ഞാല്, ഈ മിൽഖാ സിംഗ് പങ്കെടുത്ത ഒളിമ്പിക്സ് ആണ് 1960 റോം ഒളിമ്പിക്സിലാണ് ഈ മിൽഖാ സിംഗിന് എന്ത് പറ്റിയ, ഈ പറഞ്ഞ വെങ്കല മെഡൽ നഷ്ടമായത്. നമ്മൾ പി ടി ഉഷ പറയുകയാണെങ്കിൽ ഏത് ഒളിമ്പിക്സാ? പി ടി ഉഷന്റെ ഒളിമ്പിക്സ് ഏതാണോ? പി ടി ഉഷന്റെ ഒളിമ്പിക്സ് ഏതാന്നായിരിക്കും ഒരു ഏത് ഒളിമ്പിക്സിലാ പി ടി ഉഷയ്ക്ക് നഷ്ടമായത്? പി ടി ഉഷയ്ക്ക് 1984 ഏത് ഒളിമ്പിക്സ് ആയിരിക്കും അറിയോ? 1984 ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സ് ആണ്. ഈ 2 ഫാക്ടർ ഒളിമ്പിക്സ് ഒരു ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുക ലോസ് ഏഞ്ചലസ് ആണ്. അത്രയും ഒന്ന് കൊടുത്തിരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു FAO വന്നപ്പോഴാണ് 1945 ഒക്ടോബർ 16 അതുകൊണ്ട് ഒക്ടോബർ 16 എന്ത് ചെയ്യുന്നു? ലോക ഭക്ഷ്യ ദിനമായിട്ട് ആചരിക്കുന്നു. FAOന്റെ ആസ്ഥാനം റോമാണ്. റോം ഒളിമ്പിക്സ് നടന്ന 1960 അതിലാണ് മിൽഖാ സിംഗിന് വെങ്കല മെഡൽ നഷ്ടമായത്. പി ടി ഉഷയ്ക്ക് വെങ്കല മെഡൽ നഷ്ടമായ ഒളിമ്പിക്സ് എന്ന് പറയുന്നതാണ് 1984 ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സ് ആണ്. ലോസ് ഏഞ്ചലസ്, അതായത് അടുത്ത ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലം ലോസ് ഏഞ്ചലസ് അല്ലെ. 2028 ഒളിമ്പിക്സിന്റെ വേദി ഏതാ? 2028 ഒളിമ്പിക്സിന്റെ വേദി ഏതാന്ന് വെച്ചാൽ നമുക്കറിയാം, അത് ലോസ് ഏഞ്ചലസ് ആണ്. അതൊരു കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. 2028 അതാ മുമ്പോട്ടുള്ള എക്സാമുകൾക്കൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. കാരണം നമ്മൾ 28 വരെ ആ ഒളിമ്പിക്സ് നടക്കില്ല അല്ലെ. അപ്പൊ 2028 ഒളിമ്പിക്സിന്റെ വേദി ഏതാണ്? ലോസ് ഏഞ്ചലസ് ആണ്. എവിടെയാണ് ഈ ലോസ് ഏഞ്ചലസ്? എവിടെയാണ്? ഏത് രാജ്യത്താണ്? അപ്പൊ 2028 ഒളിമ്പിക്സ് നടക്കുന്ന രാജ്യം എന്ന് വെച്ചാൽ USA ആണ് അല്ലെ. USA ആണ്. ലോസ് ഏഞ്ചലസ് ആണ്. അതെവിടെയാണ്? USA-യിലാണ്. എവിടെയാണ്? USA-യിലാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ലോസ് ഏഞ്ചലസിൽ നടക്കുന്ന 3ാമത്തെ ഒളിമ്പിക്സ് ആണ് ഇത്. അപ്പൊ ഓർത്തിരിക്കുക ലോസ് ഏഞ്ചലസ്. ഇതിനു മുമ്പ് ഇത് കറണ്ട് അഫയർ ആണ്, അത് കണക്ട് ചെയ്ത് പഠിക്കുക. ആദ്യം നടന്ന 1932 പിന്നെ 1984 നടന്നു. പിന്നെ നടക്കാൻ പോകുന്നത് ഇപ്പൊ 2028 അതായത് 3ാമത്തെ ഒളിമ്പിക്സ്. ഒരു കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് മുമ്പിലോട്ടുള്ള എക്സാമുകൾക്ക് കറണ്ട് അഫയർ ആയിട്ട് കിട്ടാൻ ചാൻസ് ക്വസ്റ്റ്യൻ ആണ്. ലോസ് ഏഞ്ചലസ് നടക്കുന്ന എത്രാമത്തെ ഒളിമ്പിക്സ് എന്ന് വെച്ചാൽ 3ാമത്തെ ഒളിമ്പിക്സ് ആണ്. ആദ്യമായിട്ട് ലോസ് ഏഞ്ചലസ് നടന്ന 1932 1984 2028 കാര്യം കൂടി എന്ത് ചെയ്യുന്നത് ഓർത്തിരിക്കുക. 2028 ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മളെന്താ പറഞ്ഞേ? നമ്മൾ ഇതെന്നാണ് പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ വേറൊരു കാര്യം നമുക്കറിയാം. ലോകാരോഗ്യ സംഘടന എപ്പോഴാണ് വന്നത്? ലോകാരോഗ്യ സംഘടന WHO വന്ന ഡേറ്റ് കൊടുത്തു. WHO കൂടി ഒന്ന് പറഞ്ഞു അല്ലെ. WHO എപ്പോഴാണ് വന്നേ? അതുകൂടി പറഞ്ഞു. WHO എപ്പോഴാണ് വന്നേ? പറ. WHO ഫോംഡ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന. WHO ഫോംഡ് ഇയർ അല്ലെങ്കിൽ ഡേറ്റ്, ഇയർ ആൻഡ് ഡേറ്റ്. WHO പറ, ഏത് വർഷം? അതൊരു പ്രത്യേകത ഉണ്ട്. WHO 1945 അല്ല, 1948 ആണ്. 1948 ഏപ്രിൽ 7 1948 ഏപ്രിൽ 7 1948 ഏപ്രിൽ 7 അതുകൊണ്ടാണ് നമ്മൾ ഏപ്രിൽ 7 എന്തായിട്ട് ആചരിക്കുന്നത്? ഏപ്രിൽ 7 എന്തായിട്ട് ആചരിക്കുന്നത്? ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 8 ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കാനുള്ള കാരണം കൂടി ഇതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു. നമ്മൾ എന്താ പറഞ്ഞത്? ഒന്നുകൂടി നമ്മൾ പറഞ്ഞെന്താണെന്ന് വെച്ചതാണ്. നമുക്കറിയാം എന്താണ് ഈ പറഞ്ഞ സെപ്റ്റംബർ 27 എന്ത് ദിനമാണ്? ലോക ടൂറിസം ദിനമാണ്. സെപ്റ്റംബർ 28 എന്താണ്? ലോക റാബിസ് ദിനമാണ്. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമാണ്. അതുപോലെ ദേശീയ ടൂറിസം ദിനം എന്ന് പറഞ്ഞപ്പോഴാണ് എപ്പോഴാണ്? ജനുവരി 25 ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേയും കൂടിയാണെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുന്നത് ഓർത്തിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. 27, 28, 29 പഠിച്ചത് നമുക്ക് 3 ഡേറ്റ് പഠിക്കാം. എന്നാണ് ദേശീയ ഗണിതശാസ്ത്ര ദിനം, നാഷണൽ മാത്തമാറ്റിക്സ് ഡേ എപ്പോഴാണ്? ദേശീയ ഗണിതശാസ്ത്ര ദിനം എപ്പോഴാണ്? ആർക്കെങ്കിലും അറിയോ? ഗണിതശാസ്ത്ര ദിനം എപ്പോഴാണ്? ആർക്കെങ്കിലും അറിയോ? അപ്പൊ അതുപോലെ നമുക്ക് 2-3 പ്രത്യേകതകൾ നമുക്ക് ഇങ്ങനെ പഠിക്കാം. 2-3 പ്രത്യേകത. ഓക്കെ, ഇതൊന്ന് ചെയ്യട്ടെ. ഓക്കെ, ജസ്റ്റ് നമുക്ക് 2-3 ഡേറ്റുകളും കൂടി അവിടെ നോക്കാം. ഡിസംബർ 22, ഡിസംബർ 23 ഇതുകൂടി പഠിച്ച് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഡിസംബർ 22, ഡിസംബർ 23, ഡിസംബർ 24, ഡിസംബർ 25 പറ. ഡിസംബർ 22 പ്രത്യേകത
ഇത് 22, 23, 24 ഇത്ര 22, 23, 24, 25 22, 23, 24, 25 22 ആരുടെ ജന്മദിനമാണ്? ഒരാളുടെ ജന്മദിനമാണ്. ആരുടെ? നമുക്കറിയാം ഗണിതശാസ്ത്രം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഓർമ്മ ശ്രീനിവാസ രാമാനുജൻ അല്ലെ? ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനമാണ്. അപ്പൊ എന്തായിട്ട് ആചരിക്കുന്നു? മാത്തമാറ്റിക്സ് ഡേ, ദേശീയ ഗണിതശാസ്ത്ര ദിനം, ഗണിത ശാസ്ത്ര ദിനമാണ്. അപ്പൊ 22 ഗണിതശാസ്ത്ര ദിനം, രാമാനുജന്റെ ജന്മദിനം. അങ്ങനെയാണ് 23 ഒരാളുടെ ജന്മദിനമാണ്. പ്രധാനപ്പെട്ട ഒരു ദിനം. ഇതൊരു മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ്. ഏത് പ്രധാനമന്ത്രിയാ? ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇന്ന പ്രധാനമന്ത്രി ജന്മദിനം ഇന്ത്യയിൽ ഏത് ദിനമായിട്ട് ആചരിക്കുന്നു? ഡിസംബർ 23. ഏത് പ്രധാനമന്ത്രിയുടെ ജന്മം, അല്ലെങ്കിൽ ഏത് ദിനാന്ന് പറഞ്ഞാൽ മതി. ഏത് ദിനാന്ന് അറിയാണെങ്കിൽ ദിനം പറഞ്ഞാൽ മതി. നിങ്ങൾ ഏതാണ്? ചരൺ സിംഗ് ആണല്ലേ? ചരൺ സിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ക്ലാസ്സിൽ, മുമ്പത്തെ ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ എടുത്ത സമയത്ത് പറഞ്ഞായിരുന്നു. 2024 ഭാരതരത്ന കിട്ടിയ ആളാണ് ചരൺ സിംഗ് എന്നൊക്കെ പറഞ്ഞില്ല. അപ്പൊ ഈ ചരൺ സിംഗിന്റെ ജന്മദിനമാണ് അല്ലെ? ചരൺ സിംഗിന്റെ ജന്മദിനമാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും ചോദിക്കുക. ചരൺ സിംഗിന്റെ ജന്മദിനമായ ഡിസംബർ 23 ഇന്ത്യയിൽ ഏത് ദിനമായിട്ട് ആചരിക്കുന്നു? ഏത് ദിനമായിട്ട് ആചരിക്കുന്നു എന്നായിരിക്കും ചോദിക്കുക. ഏത് ദിനമാണ്? ദേശീയ കർഷക ദിനം, ദേശീയ കർഷക ദിനം. അപ്പൊ നമുക്കറിയാം കർഷക ദിനം ചിങ്ങം 1 എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കർഷക ദിനം ചിങ്ങം 1 എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ചിങ്ങം 1 കേരളത്തിൽ മാത്രമാണ് കർഷക ദിനം. ദേശീയ കർഷക ദിനം ചോദിച്ചാൽ എപ്പോഴാണ്? ഡിസംബർ 23 ഡിസംബർ 23 ഡിസംബർ 24 ഒരാളുടെ ജന്മദിനമൊന്നും അല്ല. പക്ഷെ നമ്മൾ പഠിക്കുക. ഒരു നിയമം നിലവിൽ വന്നതിന്റെ ഭാഗമായിട്ട് എന്താണ് ഈ പറഞ്ഞ ദേശീയ നമ്മുടെ ഉപഭോക്തൃ സംരക്ഷണ നിയമം, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നതിന്റെ ഓർമ്മയ്ക്ക് 1986 ആക്ട് വരുന്നത്. പിന്നീട് 2019 ആക്ട് എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്ത് പുതിയ ആക്ട് 2019 കൊണ്ടുവന്നു. ഓക്കെ. അപ്പൊ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയതിന്റെ ഓർമ്മക്കായിട്ടാണ് ഡിസംബർ 24 നാഷണൽ കൺസ്യൂമേഴ്സ് ഡേ. നാഷണൽ കൺസ്യൂമേഴ്സ് ഡേ, ദേശീയ ഉപഭോക്തൃ ദിനം. നാഷണൽ കൺസ്യൂമേഴ്സ് ഡേ, നാഷണൽ കൺസ്യൂമേഴ്സ് ഡേ, ദേശീയ ഉപഭോക്തൃ ദിനമാണ്. ദേശീയ ഉപഭോക്തൃ ദിനമാണ്. ഓക്കെ, എത്രയും പഠിച്ചില്ലേ? നാഷണൽ കൺസ്യൂമേഴ്സ് ഡേ. അതേപോലെ അവിടെ ചോദിക്കുകയാണെങ്കിൽ ലോക ഉപഭോക്തൃ ദിനം മാർച്ച് 15 ആണ്. ലോക ഉപഭോക്തൃ ദിനം ചോദിച്ചപ്പോഴാണ് മാർച്ച് 15 ആണ്. അതുപോലെ ഡിസംബർ 25 വേറൊരു പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ്. ഏത് പ്രധാനമന്ത്രിയാണെന്നോ? ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിൽ ജനിച്ച പ്രധാനമന്ത്രി ആരാണ്? ക്രിസ്മസ് ദിനത്തിൽ ജനിച്ച പ്രധാനമന്ത്രി ആരാണ്? AB വാജ്പേയി അല്ല? ആരാണ്? AB വാജ്പേയി ആണ്. AB വാജ്പേയി എന്ത് ദിനമായിട്ട് ആചരിക്കുന്നത്? AB വാജ്പേയിയുടെ ജന്മദിനമായിട്ടുള്ള ഡിസംബർ 25 ഇന്ത്യയിൽ ഏത് ദിനമായിട്ട് ആചരിക്കുന്നു? പെട്ടെന്ന് പറ. നാഷണൽ ഗുഡ് ഗവേണൻസ് ഡേ. നാഷണൽ അല്ല, ഗുഡ് ഗവേണൻസ് ഡേ, അതായത് ദേശീയ സദ്ഭരണ ദിനം. ഗുഡ് ഗവേണൻസ് ഡേ. ഇമ്പോർട്ടന്റ് ആണ്. ദേശീയ സദ്ഭരണ ദിനം അല്ലെങ്കിൽ നാഷണൽ ഗുഡ് ഗവേണൻസ് ഡേ ആണ് എന്തെന്ന് പറഞ്ഞാൽ ഡിസംബർ 25. ഡിസംബർ 25 എന്ന് പറഞ്ഞാൽ ദേശീയ നല്ല ഭരണ ദിവസം അല്ലെങ്കിൽ സദ്ഭരണ ദിനമാണ്. ഓർത്തിരിക്കുക. അപ്പൊ ഈ ഒരു സെറ്റും കൂടി എന്ത് ഞങ്ങൾ ഓർത്തിരിക്കുക. 22 രാമാനുജന്റെ ജന്മദിനം, ഗണിതശാസ്ത്ര ദിനം. 23 ചരൺ സിംഗിന്റെ ജന്മദിനം, ദേശീയ കർഷക ദിനം. ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനം. അതുപോലെ തന്നെ മാർച്ച് 15 ലോക ഉപഭോക്തൃ ദിനമാണ്. ഡിസംബർ 25 എന്ന് പറഞ്ഞാൽ നമ്മൾ AB വാജ്പേയിന്റെ ജന്മദിനമാണ്. ദേശീയ സദ്ഭരണ ദിനം അല്ലെങ്കിൽ നാഷണൽ ഗുഡ് ഗവേണൻസ് ഡേ. ഓക്കെ ആണോ? ഈ പറഞ്ഞ ഡേറ്റ് ഓക്കെ ആണോ? ഇനി ഒരു സെറ്റ് കൂടി ഞാൻ പറഞ്ഞുതരാം. എല്ലാം ഒരു ക്ലാസ് വേണ്ട. സെപ്റ്റംബർ, നിങ്ങൾക്കറിയാം സെപ്റ്റംബർ 14, സെപ്റ്റംബർ 15, സെപ്റ്റംബർ 16. ഇത് നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന. സെപ്റ്റംബർ 16 നിങ്ങൾക്ക് അറിയുമായിരിക്കും. എന്താ സെപ്റ്റംബർ 16ന്റെ പ്രത്യേകത? സെപ്റ്റംബർ 16ന്റെ പ്രത്യേകത എന്താ? സെപ്റ്റംബർ 14, 15, 16. സെപ്റ്റംബർ 16 ഓസോൺ ഡേ ആണ്. പ്രത്യേകിച്ച് ഒരു അഡ്വാൻറ്റേജ് ചിലപ്പോൾ കിട്ടണമെന്നില്ല, കാരണം ഇതൊക്കെ എല്ലാവർക്കും ഒരു ഓസോൺ ദിനമാണ്. സെപ്റ്റംബർ 15 നിങ്ങൾക്കറിയാം എന്ത് ദിനാണ്? ഒരാളുടെ ജന്മദിനമാണെന്ന്. സെപ്റ്റംബർ 15 അല്ലെ? സെപ്റ്റംബർ 15 ഒരാളുടെ ജന്മദിനം ഇന്ത്യയിൽ ഏത് ദിനമായിട്ട് ആചരിക്കുന്നു വെച്ചാൽ, അതായത് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാണ് ആര്? M വിശ്വേശ്വരയ്യ, മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ. അപ്പൊ അദ്ദേഹത്തിന്റെ ജന്മദിനം എന്ന സെപ്റ്റംബർ 15 ആണ്. ഇന്ത്യയിൽ എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? അദ്ദേഹം ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് മാത്രമല്ല, വേറെ ഒന്നിന്റെയും കൂടി പിതാവാണ്. ഏതിന്റെ പിതാവാണ്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാണ് M വിശ്വേശ്വരയ്യ. അതുപോലെ തന്നെ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാണ് M വിശ്വേശ്വരയ്യ. അതുപോലെ ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവാണ് അല്ലെ? അപ്പൊ ദേശീയ എഞ്ചിനീയേഴ്സ് ദിനം എപ്പോഴാണ്? സെപ്റ്റംബർ 15 ആണ്. ദേശീയ എഞ്ചിനീയേഴ്സ് ദിനം എപ്പോഴാണ്?
സെപ്റ്റംബർ 15 ഓർത്തിരിക്കുക. സെപ്റ്റംബർ 15 അല്ലെ വിശ്വേശ്വരയ്യയുടെ ജന്മദിനം, ദേശീയ എഞ്ചിനീയേഴ്സ് ദിനം. അതുപോലെ ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ്, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം വിശ്വേശ്വരയ്യയാണെങ്കിൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി ആരാണ്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി ആരാന്ന് ചോദിച്ചാൽ ആരാ? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി ആരാന്ന് ചോദിച്ചാൽ നമ്മൾ ആരെയാ പറയാ? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പിയാണ്. ശില്പി ആണോ ജവഹർലാൽ നെഹ്റു ആണോ? ഇത് കുറേ ആൾക്കാർ ജവഹർലാൽ നെഹ്റു എഴുതും, പക്ഷെ അത് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു തെറ്റാണ്. ഇന്ത്യൻ ആസൂത്രണ ശില്പി എന്ന് പറഞ്ഞാൽ നെഹ്റു എന്തായാലും ഓപ്ഷൻ ആണ്, പക്ഷെ നെഹ്റു ഉത്തരം തെറ്റാണ് അല്ലെ. എം എൻ റോയ് ആണോ? അല്ല. എം എൻ റോയ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പീപ്പിൾസ് പ്ലാൻ ഒക്കെ, ജനകീയ പദ്ധതി അല്ലെ, ഇന്ത്യക്കാണ് എം എൻ റോയ് അല്ലെ. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്നൊക്കെ പറഞ്ഞ ആളാണ് എം എൻ റോയ് അല്ലെ. എം എൻ റോയ് ആണോ? അല്ല. അപ്പൊ ആരാ? നെഹ്റു അല്ല. ഈ പറഞ്ഞ നമ്മുടെ എം എൻ റോയ് അല്ല. പിന്നെ ആരായിരിക്കും? ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ചോദിക്കാൻ. പിതാവ് ചോദിച്ചാൽ വിശ്വേശ്വരയ്യയാണ്, ശില്പി ചോദിച്ചാൽ നെഹ്റു എഴുതും. നെഹ്റു പി സി മഹലനോബിസ് ആണ്, പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ് ആണ് കേട്ടോ. നമ്മൾ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ്, അല്ലെങ്കിൽ ഇന്ത്യൻ സ്ഥിതി വിവര ശാസ്ത്രത്തിന്റെ പിതാവ്, ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന പി സി മഹലനോബിസ് ആണ്. പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ് ആണ് ഈ പറഞ്ഞ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി. അപ്പൊ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി, ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് അല്ലെ. അദ്ദേഹത്തിന്റെ ജന്മദിനം ജൂൺ 29, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ അല്ലെ, ദേശീയ സ്ഥിതി വിവര ശാസ്ത്ര ദിനമായിട്ടാണ് ആചരിക്കുന്നത് അല്ലെ. ഈ പി സി മഹലനോബിസ് ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സംഖ്യ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കുക. 16 ഓസോൺ ഡേ ആണ്, 15 എഞ്ചിനീയേഴ്സ് ഡേ ആണ്. അങ്ങനെയാണ് 14 ഓർത്തിരിക്കുക. അത് ചിലപ്പോൾ കിട്ടണം എന്നില്ല, പക്ഷെ ഇതിന്റെ കൂടെ പഠിക്കുമ്പോൾ കണക്ക് ചെയ്ത് കൊടുക്കുക. 14 ദേശീയ ഹിന്ദി ദിവസമാണ്. എന്താണ്? ദേശീയ ഹിന്ദി ദിവസമാണ്. ഏതാണ്? ദേശീയ ഹിന്ദി ദിനമാണ്. ദേശീയ ഹിന്ദി ദിനം. കാരണം ഇതേ ഉള്ളൂ, 1949 സെപ്റ്റംബർ 14 1949 സെപ്റ്റംബർ 14 ഭരണഘടനാ നിയമനിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഹിന്ദിയെ ദേശീയ ഭാഷയായിട്ട് എന്ത് ചെയ്യുന്നത്? അംഗീകരിക്കുന്നത്. ആ ഈ ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകാരം കൊടുത്ത ഡേറ്റ് ഒക്കെ ചോദിക്കാറുണ്ട് അല്ലെ. ഈ പറഞ്ഞ എന്നാണ് ഈ ദേശീയ പതാക അംഗീകരിച്ചത്? 1947 ജൂലൈ 22 അല്ലെ. അതുപോലെ ഹിന്ദിയെ ദേശീയ ഭാഷയായിട്ട് അംഗീകരിച്ചത് സെപ്റ്റംബർ 14 അത് 1949 സെപ്റ്റംബർ 14 അതുകൊണ്ടാണ് സെപ്റ്റംബർ 14 ദേശീയ ഹിന്ദി ദിവസം. അപ്പൊ 14 ഹിന്ദി ദിവസം, 15 എഞ്ചിനീയേഴ്സ് ഡേ, 16 എന്താണ്? ഓസോൺ ഡേ ആണ്. ഒന്ന് ഓർത്തിരിക്കുക, ഓസോൺ ഡേ ആണെന്ന് ഓർത്തിരിക്കുക. നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ തന്നെ കറങ്ങേണ്ടി വരും. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ആ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഞാൻ ഇങ്ങനെ അറിയുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവാണ്. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, സ്പീഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, പറയാം. ഓക്കെ, ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് among the following is not the part of ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്? ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിന്റെ ഭാഗമല്ലാത്ത ഏതാണ് അല്ലെ? ഏത് ഡാമാണ്? ഏതാണ്? പറ, ഉത്തരം പറ. ഇതൊക്കെ നല്ലൊരു ഏരിയ ഓഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമല്ലാത്ത അണക്കെട്ട് ഏതാണ്? അപ്പൊ നമ്മൾ ഇടുക്കി ഡാമെന്നോ ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഒരു അണക്കെട്ടല്ലേലും ഇടുക്കി അണക്കെട്ടല്ലേ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയല്ല. ഇടുക്കി ജലവൈദ്യുത പദ്ധതിന്റെ ഭാഗമായിട്ട് എത്രയുണ്ട്? 3 ഡാമുകൾ വരുന്നുണ്ട്. നിങ്ങൾ ഓർത്തിരിക്കുക. എന്താണ് ഇതിന്റെ ഉത്തരം എന്ന് വെച്ചാൽ, അതായത് നിങ്ങൾ ഇടുക്കി ഡാം പോയിട്ടുണ്ടായിരുന്നു. ഇടുക്കി ഡാം, ഈ ആർച്ച് ഡാം, ഈ പറഞ്ഞ ആർച്ച് ഡാം കണ്ടിട്ടുണ്ടോ? പോയിട്ടുണ്ടാരെങ്കിലും കാണാൻ വേണ്ടിട്ട് ഇടുക്കി ഡാം ഒക്കെ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇടുക്കി ഡാം നമ്മൾ ഇതിൽ കണ്ടില്ലെങ്കിൽ നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇടുക്കി ഡാം നമ്മളെ ഈ പറഞ്ഞ ഫഹദ് ഫാസിലിന്റെ ഒക്കെ ഒരു സിനിമയില്ലേ? ഏത് സിനിമ? ആ ഒരു ഇടുക്കി പശ്ചാത്തലമായിട്ടുള്ള സിനിമന്റെ പേരെന്താ? സിനിമന്റെ പേര് കിട്ടുന്നില്ല. അപർണ ബാലമുരളിയോ ഏതാ സിനിമ? സിനിമന്റെ പേര് പറയാന്നോ? ഏതാണ്? അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആ ഒരു ഡാം കറക്റ്റ് നമ്മൾ ഇങ്ങനെ ആർച്ച് ഡാം കാണാൻ പറ്റുമല്ലോ. ആർച്ച് ഡാം അല്ലെ, കമാനാകൃതിയിലുള്ള ഡാം കാണാൻ പറ്റുന്നില്ലേ? സിനിമ ഏതാന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, എന്താണ്? കമാനാകൃതിയിലുള്ള ഡാം കാണാൻ പറ്റുമല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാല് നമുക്കിത് വലിയൊരു മലേന്റെ മുകളിലാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഫ്രണ്ട് കാണുന്ന ആ ഒരു ഡാമാണ്. നമുക്കറിയാം ഇടുക്കി ഡാം, അതാണ് ഇടുക്കി ഡാം, ആർച്ച് ഡാം അല്ലെ. അപ്പൊ ഇടുക്കി മഹേഷിന്റെ പ്രതികാരം, അത് തന്നെയാണ് സിനിമ. ഏതാണ്? മഹേഷിന്റെ പ്രതികാരത്തിലൊക്കെ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ ഇടുക്കി ഡാം, ആ ഫ്രണ്ട് കാണുന്ന ആർച്ച് ഡാമാണ് ഇടുക്കി ഡാം. അപ്പൊ നമുക്കറിയാം 2 മലകൾക്കിടയിലേക്കാണ് കുറവൻ കുറത്തി മലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നല്ലേ. അതിന് ആ ഒരു ഇടുക്കി ഡാം കെട്ടാൻ സ്ഥലം കാണിച്ചു കൊടുത്ത ആ ഒരു ആദിവാസി നേതാവുണ്ട്. അയാളുടെ പേരാണെന്ത് അറിയോ? അയാളെ പേരറിയോ? കരുവെള്ളായൻ കൊലുമ്പൻ എന്ന് പറഞ്ഞ ഒരാളാണ്. കരുവെള്ളായൻ കൊലുമ്പൻ എന്ന് പറഞ്ഞ ആളാണ് ഈ പറഞ്ഞ ഡാം കെട്ടാനൊക്കെ പണ്ട് സ്ഥലം കാണിച്ചു കൊടുത്തല്ലേ. അപ്പൊ കുറുവൻ കുറത്തി മലകൾ. അപ്പൊ ഈ 2 മലേന്റെ ഇടയിലാണ് ഈ ഡാം ഉള്ളത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഈ 2 മലേന്റെ ഇടയിൽ ഇങ്ങനെ ഫ്രണ്ടിൽ ഒരു ഡാം കിട്ടുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? ഈ ഫ്രണ്ടിൽ ഒരു ഡാം കിട്ടും. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് വെച്ചാൽ, ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വരികയാണ്. അപ്പൊ ഈ ഫ്രണ്ട് ഭാഗത്ത് ഒരു ഡാം കിട്ടുമ്പോൾ അതിന് 2 സൈഡ് ഉണ്ട്. ആ മലേന്റെ 2 അപ്പുറം ഇപ്പുറം വരുന്ന ഭാഗത്തേക്ക് ഈ വെള്ളം സ്പ്ലിറ്റ് ആയി പോകും. 2 സൈഡിലൂടെ വെള്ളം പുറത്തേക്ക് പോകാൻ അനുസരിച്ച്. അപ്പൊ എന്ത് ചെയ്തു? ആ മറ്റേ സൈഡ് ഒരു ഡാം കെട്ടി, ഇപ്പുറ സൈഡ് എന്ത് ചെയ്തിട്ട് ഡാം കെട്ടി. അങ്ങനെ എത്ര ഡാമായി?
അങ്ങനെ ഫ്രണ്ടിലുള്ള ഡാം ഇടുക്കി ഡാമിന്റെ ഒരു സൈഡ് വേറൊരു ഡാം കിട്ടി, അതിനെയാണ് നമ്മൾ പറയാ കുളമാവ് ഡാം. മറ്റേ സൈഡ് കിട്ടിയ ഡാമാണ് ഇത് ചെറുതോണി ഡാം, മറ്റേ സൈഡ് കിട്ടിയ ഡാം. അപ്പൊ ഇത് മൂന്നും കൂടിയിട്ടാണ് നമ്മുടെ ഇടുക്കി ജലവൈദ്യുത പദ്ധതി വരുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ 3 ഡാമുകൾ വരുന്നത്. കാരണം ഫ്രണ്ടിലുള്ള ഇടുക്കി ഡാമാണ്. ഇടുക്കി ഡാമിൽ ഫ്രണ്ട് ഡാം എടുത്ത സമയത്ത് അപ്പുറം 2 സൈഡിലും വെള്ളം പോണ്ടാന്ന് വെച്ചിട്ട് ആ 2 സൈഡിലും ഒരു ഡാം കിട്ടി. ഒരു സൈഡിലെ ഡാമാണ് ഏത്? ചെറുതോണി ഡാമാണ്. ഈ അപ്പുറത്തുള്ള ഡാമാണ് ഏത്? കുളമാവ് ഡാം. അപ്പൊ നമ്മൾ ഉത്തരം ഏതാണ്? അപ്പൊ ഇടുക്കി ഡാം 3 ഡാമായി. നമ്മൾ ഉത്തരം ഏതാണ്? അതിൽ ഇല്ലാത്ത ഡാം ഏതാണ്? മലങ്കര ഡാമാണ് അല്ലെ? ഉത്തരം സി ആണ് വരിക. അപ്പൊ ഇടുക്കി പവർ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ 3 ഡാമുകൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പണ്ട് 2018 ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായ സമയത്ത് ഏത് ഡാമാ തുറന്നത്? 2018 വെള്ളം, ഈ ഡാം തുറന്ന് ഇങ്ങനെ വെള്ളം വരുന്നതൊക്കെ നമ്മൾ ഇങ്ങനെ ഇതിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ? വീഡിയോ ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഏത് ഡാമാ തുറന്നത്? 2018 വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് തുറന്ന ഡാം ഏതാ? 2018 ഏത് ഡാമാ തുറന്നത്? ആ ഡാമൊന്നും പൊതുവെ തുറക്കാറില്ല അല്ലെ? ഏത് ഡാമാ തുറന്നത് 2018 ആ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത്? ഇതിൽ ഏത് ഡാമാ തുറന്നത്? ആർക്കെങ്കിലും അറിയോ? 2018 നമുക്ക് വിചാരിക്കുന്ന ഇടുക്കി ഡാം തുറന്നു എന്നാ പറയാ. പക്ഷെ ഇടുക്കി ഡാം അല്ല തുറന്നത്. ശരിക്കും പറഞ്ഞാല് ഈ തുറന്ന ഡാം ചെറുതോണി ഡാമാണ്. അതായത് ഇടുക്കി ഡാമിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ അതിന് എന്തില്ല? ഇടുക്കി ഡാമിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്തിനാ? അതിന് ഷട്ടർ ഇല്ലാത്ത അണക്കെട്ടാണ്. അത് തുറക്കാൻ പറ്റും. അതിന് എന്തില്ല? ഷട്ടർ ഇല്ല. കേരളത്തിലെ ഷട്ടർ ഇല്ലാത്ത ഒരു അണക്കെട്ടാണ് ഏത്? ഇടുക്കി ഡാം. അപ്പൊ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ സൈഡിലുള്ള ചെറുതോണി ഡാമാണ് അന്ന് തുറന്നത്. ചെറുതോണി ഡാമിലൂടെ വെള്ളം പോകുമ്പോൾ ഇതൊക്കെ കണക്റ്റഡ് ആണല്ലോ, ഈ 3 ഡാം പറഞ്ഞില്ല. അപ്പൊ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് എന്ത് ചെയ്യും? കുറയും. അപ്പൊ ഷട്ടർ ഇല്ലാത്ത ഒരു അണക്കെട്ടാണ് ഏത്? ഇടുക്കി ഡാം എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ അന്ന് തുറന്ന ചെറുതോണി ഡാമാണ്, ചുമ്മാ പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഓർത്തിരിക്കുക. അപ്പൊ ഈ ഒരു ഡാമുകളും ഈ പവർ പ്രൊജക്റ്റും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. 1 വേർഡ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കാം. അപ്പൊ നമുക്ക് ജലവൈദ്യുത പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഫാക്ട്സ് നമുക്ക് അവിടെ നോക്കാം. പ്രധാനമായിട്ടും നമ്മൾ ഒരു 3 ജലവൈദ്യുത പദ്ധതികൾ നിങ്ങൾ അതിന്റെ പ്രത്യേകതകളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും കൊടുത്തത്. അതിൽ പ്രധാനമായിട്ടാണ് ഇടുക്കി ഡാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നത് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ഡാം എന്നാണ് ഇവിടെ കൊടുത്തത്, പക്ഷേ ഇടുക്കി പവർ പ്രോജക്ട്, ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് അല്ലെ, ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട് 3 ഡാം ഉണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഇടുക്കി ഡാം, അതുപോലെ തന്നെ ഏതാണ്? കുളമാവ് ഡാം, അതുപോലെ ചെറുതോണി ഡാം അല്ലെ. അപ്പൊ നമുക്കറിയാം ഇടുക്കി ഡാമിന്റെ ഇടുക്കി ജലവൈദ്യുത പദ്ധതിന്റെ കപ്പാസിറ്റി, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? ഇടുക്കി. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? ഇടുക്കി. ഏറ്റവും വലിയ ഡാം ചോദിച്ചാൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ചോദിച്ചാൽ ഇടുക്കി ഡാം എന്ന് പറയരുത്. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി. ഏറ്റവും വലിയ ഡാം ചോദിച്ചാൽ ഏതാണത്? മലമ്പുഴ ഡാമാണ്. ഏതാണ്? മലമ്പുഴ. ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴയാണ്. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. ഏറ്റവും വലിയ ആർച്ച് ഡാമാണ് ഏതെന്ന് പറഞ്ഞാൽ ഇടുക്കി. ആർച്ച് ഡാം, കമാനാകൃതിയിലെ ഡാം ചോദിച്ചാൽ ഇടുക്കിയാണ്. ഓക്കെ, അതൊന്നും മാറരുത്. ഓക്കെ, അപ്പൊ ഇടുക്കി ജലവൈദ്യുത പദ്ധതിന്റെ കപ്പാസിറ്റി എത്രയാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി അതിന്റെ കപ്പാസിറ്റി എത്രയാണ്? 780 മെഗാവാട്ട് ആണ്. അതായത് ടർബൈൻ, ഈ ജലവൈദ്യുത പദ്ധതി ടർബൈൻ ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിക്കുക. ജനറേറ്റർ 6x130 6 ടർബൈൻ എന്നൊക്കെ പറയും. ഓക്കെ, 6x130 6. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ കണക്ക് വരിക. അത് ഓർത്തിരിക്കണമെന്നില്ല. 180 മെഗാവാട്ട് ആണ് അല്ലെ. അതേപോലെ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ട്. അതായത് അതിന്റെ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ഇടുക്കി കുറച്ച് ദൂരെയാണ്. ഇടുക്കിന്ന് കുറച്ച് ഭൂഗർഭ വൈദ്യുത നിലയം എന്നൊക്കെ പറയും നമ്മൾ. അതെവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട അതിന്റെ വൈദ്യുത നിലയം അല്ലെങ്കിൽ ജനറേറ്റിംഗ് സ്റ്റേഷൻ എവിടെയാ സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ എവിടെയാണ് അതെവിടെയാണ്? മൂലമറ്റാണ്. എവിടെയാണ്? മൂലമറ്റാണ്. എവിടെയാണത്? മൂലമറ്റാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ ഡാം എപ്പോഴാ വന്നതെന്ന് ചോദിച്ചപ്പോഴാണ് 1900. ഡാം നിലവിൽ വന്നപ്പോഴാണ് 1900. ഇടുക്കി ഡാം നിലവിൽ വന്നപ്പോഴാണ് ഡാം വന്ന 1975 പക്ഷെ ഇത് ഒഫീഷ്യൽ ഉദ്ഘാടനം ചെയ്യുന്ന 1976 ഉദ്ഘാടനം ചെയ്ത് 76 ഒഫീഷ്യലി ഉദ്ഘാടനം ചെയ്യുന്ന 1976 ഡാം വരുന്ന 1975 പക്ഷെ ഒഫീഷ്യലി ഉദ്ഘാടനം ചെയ്ത് 1976 കാര്യം കൂടി എന്ത് ചെയ്യാവുന്ന ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യം ഓർത്തിരിക്കുക. 780. സഹായിച്ച രാജ്യം ഏതാ? നമ്മൾ കഴിഞ്ഞ ഓഫ്ലൈൻ ക്ലാസ് പറഞ്ഞായിരുന്നു. സഹായിച്ച രാജ്യം ഏതാടോ? സഹായിച്ച രാജ്യം കാനഡ. കാനഡന്റെ തലസ്ഥാനം നമ്മൾ പറഞ്ഞു. കാനഡന്റെ തലസ്ഥാനം പറ. കാനഡന്റെ തലസ്ഥാനം മറക്കരുത്. കാനഡന്റെ തലസ്ഥാനം ഒട്ടാവ. കാനഡയുടെ തലസ്ഥാനം ഒട്ടാവ. കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണി അല്ലെ, പുതിയ ആളാണ്, ഒരു കറണ്ട് അഫയർ ആണ് കേട്ടോ. കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഓർത്തിരിക്കുക. ഓക്കെ അല്ലെ. അപ്പൊ ഇത്തിരി ഓർത്തിരിക്കുക. 780 മെഗാവാട്ട് മൂലമറ്റത്താണ് വൈദ്യുത നിലയം. ഇന്ത്യയിൽ ആദ്യത്തെ ഭൂഗർഭ ജലവൈദ്യുത നിലയമാണ്. 1975 ഡാം വന്നു. 76 ഒഫീഷ്യലി ഉദ്ഘാടനം ചെയ്തു. സഹായിച്ച രാജ്യം കാനഡയാണ്. അതുപോലെ കാനഡയുടെ തലസ്ഥാനം ഒട്ടാവയാണ്. ഓർത്തിരിക്കുക. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ സെക്കൻഡ് ലാർജസ്റ്റ് അല്ലെ, ഏറ്റവും വലിയ
രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? ശബരിഗിരി അല്ലെ. ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? ശബരിഗിരി. ശബരിഗിരി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ശബരിഗിരി ജലവൈദ്യുത നിലയം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു വെച്ചതാണ്? ഏത് ജില്ലയില? ശബരിഗിരി. ശബരിഗിരി, ശബരിമല, ശബരിഗിരി, ശബരിഗിരി അല്ലെ. ശബരിഗിരി എവിടെയാണ്? ഏത് നദിയിലാണ്? പമ്പാ നദിയിലാണ് അല്ലെ. പത്തനംതിട്ട ജില്ലയിലാണ്, പമ്പാ നദിയിലാണ് അല്ലെ. അതിന്റെ കപ്പാസിറ്റി എത്രയാണ്? നേരത്തെ 780 ആണെങ്കിൽ എത്രയാണ്? 340 ആണ് ട്ടോ. ഇതെന്തായാലും പഠിക്കണം. ഇത് ചിലപ്പോൾ നിങ്ങൾ വലിയ ഇത് ചോദിക്കില്ലാന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ അത്ര ഇമ്പോർട്ടന്റ് അല്ല. നിങ്ങൾ 10 മാർക്കിന് GK ചിലപ്പോൾ ചോദിക്കണം എന്നില്ല. എന്നാലും ഓർത്തിരിക്കുക, ശബരിഗിരി എത്രയാണ്? 340 മെഗാവാട്ട് ആണ്. അതുപോലെ തന്നെ 340 മെഗാവാട്ട് ആണ്. പത്തനംതിട്ടയിലാണ്, ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് 3 ഡാമുകൾ ഉണ്ട്. ഇടുക്കി ചോദിച്ചോണ്ട് ഇടുക്കിന്റെ ഭാഗമല്ലാത്തത് ഏതെന്ന് ചോദിച്ചോണ്ട് നാളെ വേണം ചോദിക്കുക. ശബരിഗിരിയുടെ ഭാഗമല്ലാത്ത അണക്കെട്ട് ഏതാന്ന് വെച്ചാൽ ഓർത്തിരിക്കുക. അതിന്റെ പേര് ഒന്ന് ഗവി, രണ്ടാമത്തെ ഗവി ഡാം, പിന്നെ ഏതാണ്? കക്കി ഡാം. ഗവി ഡാം, കക്കി ഡാം, അതുപോലെ ആനത്തോട്. ഏതാണ്? ആനത്തോട് കുറച്ചും കൂടി ഡീപ്പിലോട്ടുള്ളതാണ്. പക്ഷെ ഇടുക്കി ഡാമിന്റെ ചോദിച്ചുകൊണ്ട് മേ ബി ഇത് ചോദിക്കാം. ഗവി ഡാം, കക്കി ഡാം, ആനത്തോട് ഡാം. ഒന്ന് ഇത് മൂന്നും എന്ത് ചെയ്യാവുന്ന ഓർത്തില്ല. അപ്പൊ രണ്ടാമത്തെയാണ് ഏത്? ശബരിഗിരി. കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? ഏറ്റവും വലിയ മൂന്നാമത്തെ ഏതാണ്? കുറ്റ്യാടിയാണ്. ഏതാണ്? കുറ്റ്യാടിയാണ്. ഇതിന് വേറൊരു പ്രത്യേകത വെച്ചാല് ഇത് എപ്പോഴാ വന്നത്? ഇതിന്റെ വർഷം പറഞ്ഞേ. ശബരിഗിരി എപ്പോഴാ വന്നേ? ശബരിഗിരിന്റെ വർഷം ഒന്ന് പഠിക്കണേ. ശബരിഗിരി എപ്പോഴാ വന്നത്? ഏത് വർഷമാണെന്ന് വെച്ചാൽ ശബരിഗിരി എപ്പോഴാണ്? 1900. ശബരിഗിരി എപ്പോഴാ വന്നത്? ശബരിഗിരിന്റെ വർഷം ഒന്ന് പഠിക്കണം. മറ്റേ നമ്മൾ പറഞ്ഞു 1976 ആണ്. ശബരിഗിരി എപ്പോഴാണ്? ശബരിഗിരി വന്നത് 1966 1966 അടുത്തെന്താണ്? നമ്മുടെ ഏതാണ്? കുറ്റ്യാടിയാണ്. അതായത് നമ്മുടെ മലബാറിലെ ഏറ്റവും വലിയ ജലവൈദ്യുത നിലയാണ്. കേരളത്തില് തേർഡ് ആണ്. മലബാറിൽ വരികയാണെങ്കിൽ എന്താണ്? മലബാറിൽ എന്താണ്? ഫസ്റ്റ് ആണ് ട്ടോ. മലബാറിൽ ഫസ്റ്റ് ആണ്. അപ്പൊ ഇതെന്ന് വെച്ചാൽ മലബാറിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി, അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? കുറ്റ്യാടി. ഓക്കെ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട അണക്കെട്ട് എന്ന് വെച്ചാൽ ഏതാണ്? നമ്മുടെ കക്കയം ഡാമാണ്. ഏതാണ്? കക്കയം ഡാമാണ്. ഇതിന്റെ കപ്പാസിറ്റി 275 മെഗാവാട്ട് ആണ്. ഇത് വന്ന വർഷം 1972 കപ്പാസിറ്റി പഠിക്കണം എന്നില്ല, വർഷം കൊടുത്തിരിക്കുക 1972 അപ്പൊ ഇത് മൂന്നും ഒന്ന് പഠിക്കാം. ഈ 3 ഡാമുകൾ ഒന്ന് പഠിക്കാം. ഇടുക്കി ഡാം, ശബരിഗിരി, കുറ്റ്യാടി. അപ്പം ഒന്ന് 750, ഒന്ന് 340, ഒന്ന് 225, ഒന്ന് 225. 1, 2, 3 ക്രമം. കുറ്റ്യാടി മലബാറിലെ ഏറ്റവും വലുതാണ്. ഒന്നിന്റെ ഓക്കെ. പിന്നെ എന്താണ്? സഹായിച്ച രാജ്യം അവിടെ കാനഡ പഠിച്ചു. 75 വന്നു, മറ്റേത് 66 വന്നു. ഇതേതാണ്? 1972 വന്നു. അതിന്റെ വർഷങ്ങളും കൂടി അവിടെ എന്ത് ചെയ്യുമെന്ന് ഓർത്തിരിക്കും. ഓക്കെ. പിന്നെ നമ്മൾ പഠിക്കേണ്ട പള്ളിവാസൽ. നമുക്കറിയാം പള്ളിവാസൽ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ. എന്താ പള്ളിവാസലിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞേ? കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി അല്ലെ. അപ്പൊ ഏത് വർഷമാണ് പള്ളിവാസൽ വന്നേ? ഏത് വർഷമാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി വന്നത്? ഏത് വർഷമാണ്? പറ. പള്ളിവാസലിന്റെ വർഷം ഒന്നും മറക്കരുത് കേട്ടാ. പള്ളിവാസലിന്റെ ഏത് വർഷമാണ്? നിങ്ങൾ നോട്ട് ചെയ്യുന്ന തിരക്കിലാണോ? അതുകൊണ്ടാണോ ഒന്നും മിണ്ടാത്ത? 1940 1940 കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായിട്ടുള്ള പള്ളിവാസൽ വന്ന 1940. ഏത് നദിയിലാന്ന് വെച്ചതാണ്? മുതിരപ്പുഴയാണ്. ഏതാണ്? ഇത് കുറ്റ്യാടിപ്പുഴയിലാണ്. ഏതാണ്? ഇത് മുതിരപ്പുഴയാണ്. ഏതാണ്? മുതിരപ്പുഴയാണ്. പള്ളിവാസൽ 1940 മുതിരപ്പുഴ. രണ്ടാമത്തെ വെച്ചാൽ കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പറഞ്ഞാൽ ഏതാണ്? ചെങ്കുളം അല്ലെങ്കിൽ ചെങ്കുളം എന്ന് പറയും. ചെങ്കുളം. അത് വന്നത് 1954. ഇതൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ആദ്യത്തേത് പള്ളിവാസലാണ്. 1940 വന്നത്. മുതിരപ്പുഴയിലാണ്. ഇത് രണ്ടും മുതിരപ്പുഴയിലാണ്. രണ്ടാമത്തത് ചെങ്കുളമാണ്. അത് എപ്പോഴാണ്? 1954 മുതിരപ്പുഴ. ആദ്യത്തെ രണ്ടും മുതിരപ്പുഴയിലാണ് വരുന്നത് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ രണ്ടും ഏതിനാണ്? മുതിരപ്പുഴ. രണ്ടും ഏതാണ്? മുതിരപ്പുഴയാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ അറ്റ്ലീസ്റ്റ് വേറൊരു കാര്യം ഓർത്തിരിക്കേണ്ടത്, പിന്നെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ ഓർത്തിരിക്കുക. ഞാൻ ഈ പറയുന്ന പദ്ധതികളൊന്ന് ഏത് ജില്ലയാണെന്ന് ഓർത്തിരിക്കുക. ഒന്നാണ് നമ്മളെ തൃശ്ശൂർ ജില്ലയിൽ പ്രധാനമായിട്ട് 2 ജലവൈദ്യുത പദ്ധതി ഉണ്ട്. ഏതൊക്കെയാണ്? പറ. ഒന്ന് ഏതാണ്? ഷോളയാർ. ഒന്നേതാണ്? ഷോളയാറും. രണ്ടേതാണ്? ജില്ല ചോദിക്കാടാ. പെരിങ്ങൽകൂത്ത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ
അപകടം ഉണ്ടായില്ലേ, നമ്മളെ പൊള്ളാച്ചി പോകുന്ന ഹെയർ പിന്നിൽ 13ാം വളവില് മറ്റേ ആള് കുറച്ച് ടീച്ചേഴ്സ് ഒക്കെ മരിച്ചില്ലേ. അത് ഈ ഒരു നമ്മള് തൃശ്ശൂരിൽ നിന്ന് ചാലക്കുടിയിൽ നിന്ന് പൊള്ളാച്ചി പോകുന്ന ഒരു റൂട്ടാണ് അത് വരുന്നത്. ആ റൂട്ടിൽ വരുന്ന 2 ജലവൈദ്യുത പദ്ധതികളാണ് ഇത്, ഷോളയാറും പെരിങ്ങൽകുത്തും. നമ്മളെ ചാലക്കുടി പുഴയുടെ ഭാഗമായിട്ടാണ് ഈ പദ്ധതികൾ വരുന്നത്. അപ്പൊ തൃശ്ശൂർ ജില്ലയിലുള്ള 2 ജലവൈദ്യുത, ഒന്ന് ഷോളയാറും ഒന്ന് ഏതാണ് പെരിങ്ങൽകുത്തുമാണ്. ഷോളയാറും പെരിങ്ങൽകുത്തും ഈ 2 ഡാമും സ്ഥിതി ചെയ്യുന്നത് എവിടെയാന്ന് വെച്ചാൽ എവിടെ തന്നെയാണ്, തൃശ്ശൂരാണ്. ഓർത്തിരിക്കുക, ഷോളയാറ് പെരിങ്ങൽകുത്ത്, ഷോളയാറും അതുപോലെ ഏതാണ് പെരിങ്ങൽകുത്തും, ഷോളയാറും പെരിങ്ങൽകുത്തും ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ചോദിക്കാൻ നല്ലൊരു ചാൻസ് ഉള്ള ജലവൈദ്യുത പദ്ധതി ഒരു കോഴിക്കോട് ജില്ലയിൽ ഒരു ജലവൈദ്യുത പദ്ധതി, എവിടെയാണ്, കോഴിക്കോട് ഒരു ജലവൈദ്യുത പദ്ധതി ഉണ്ട്. അതിന്റെ പേരാണ് ഏത്, ഉറുമി ജലവൈദ്യുത പദ്ധതി. ഏതാണ് ഉറുമി, ഉറുമി. വാൽപ്പാറ അപകടം, വാൽപ്പാറ ആ റൂട്ടിൽ നിന്ന് കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോഴാണ് ഈ പറഞ്ഞ ഷോളയാറും പെരിങ്ങൽകുത്തും വരിക. എന്താണ് ഉറുമി ജലവൈദ്യുത പദ്ധതി, എവിടെയാണ്, കോഴിക്കോട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് സഹായിച്ച രാജ്യമാണ് പ്രത്യേകത. ഇതിന് സഹായിച്ച രാജ്യം ഏതാ, അതാണ് നമുക്കൊരു പ്രത്യേകതയായിട്ട് പഠിക്കേണ്ടത്. ചെറിയൊരു സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ആണത്. അപ്പൊ ഈ ഒരു ഉറുമി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയാണെന്ന് വെച്ചാൽ അത് കോഴിക്കോട് ജില്ലയിലാണ്. സഹായിച്ച രാജ്യം ചോദിച്ചാൽ ആ രാജ്യം ഇന്ത്യയിലെ ഒരു അയൽ രാജ്യമാണത്. ഏതാണ്, ചൈനയാണ് അല്ലെ. ഏതാണ് ചൈന. ചൈനയുടെ തലസ്ഥാനം ഏതാണോ, ചൈനയുടെ തലസ്ഥാനം ബീജിംഗ് ആണ് അല്ലെ. ചൈനയുടെ തലസ്ഥാനം ബീജിംഗ് ആണ്. ചൈനയുടെ കറൻസി ഏതാ, ചൈനയുടെ കറൻസി ഏതാണ്, യുവാൻ ആണല്ലേ. ഏതാണ്, യുവാൻ അല്ലെ. ചൈനയുടെ കറൻസി യുവാൻ. യെൻ ആരുടെ കറൻസിയാ, യെൻ നമ്മ മുന്നേ ക്ലാസ് പറഞ്ഞു. യെൻ ആരുടെ കറൻസിയാ, യെൻ ബ്രിട്ടൻ ആണോ, ബ്രിട്ടനിൽ പൗണ്ട് ഒക്കെ അല്ലേ. യെൻ ബ്രിട്ടൻ ആണോ അല്ല. യെൻ ഏതാണ്, ജപ്പാനാണ്. ഏതാണ് യെൻ, ജപ്പാൻ അല്ലേ. ജപ്പാൻ അല്ലേ, ജപ്പാൻ എന്നല്ല പഠിച്ചേ അല്ലേ, ആണോ അല്ലേതാ, ജപ്പാൻ അല്ലേ. ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ എന്താണ്, അപ്പൊ ഓർത്തിരിക്കുക, ആ ഉറുമി ഒന്ന് ഓർത്തിരിക്കുക, കോഴിക്കോട് ജില്ലയിലാണ് ചൈന സഹായിച്ചത്. ഓക്കെ, ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ഈ പറഞ്ഞ പിന്നെ ചില ജലവൈദ്യുത പദ്ധതികളൊക്കെ ഉണ്ട്. പ്രധാനമായിട്ട് ഈ പറഞ്ഞ ജലവൈദ്യുത പദ്ധതികൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. പിന്നെ ജസ്റ്റ് അറിയണമെങ്കിൽ നമ്മുടെ നേര്യമംഗലം, അതുപോലെ തന്നെ പെരിയാറിലെ 2 ജല നേര്യമംഗലം അതുപോലെ തന്നെ എന്താണ്, പിന്നെ എന്താണ് ഈ പറഞ്ഞ വേറെയും കുറെ ഞാൻ പറഞ്ഞു കോംപ്ലിക്കേറ്റഡ് ആക്കില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ ഓർത്തിരിക്കണം, കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി, ആദ്യത്തെ നമ്മൾ സ്വകാര്യ ജലവൈദ്യുത പദ്ധതികൾ വലുതും ആദ്യത്തേതും, സ്വകാര്യം ഏതാ, വലുതും ആദ്യത്തേതും ഏതാ, അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. വലുത് ആദ്യത്തേതും പെട്ടെന്ന് പറയാം. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ഏതാ, കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് ഏതാണ്, കൂത്തുങ്കലാണ്. ഏതാണ്, ഇതൊന്ന് ഓർത്തിരിക്കുക. അതാണ് കൂത്തുങ്കൽ. കേരളത്തിലെ ഏറ്റവും വലുത്, സ്വകാര്യത്തിലെ ഏറ്റവും വലുത്, ലാർജസ്റ്റ് ഏതാണ്, കൂത്തുങ്കലാണ്. ഏതാണ്, കൂത്തുങ്കൽ. ഏത് നദിയിലാന്ന് വെച്ചാൽ നമുക്ക് പറയാം, ഏതാണ്, പന്നിയാർ. ഏതാണ്, പന്നിയാർ. എവിടെയാണ്, പന്നിയാർ. എവിടെയാണത്, ഇടുക്കിയിലാണ്. എവിടെയാണ്, ഇടുക്കിയിൽ. അപ്പൊ ലാർജസ്റ്റ് കിട്ടി. അതുപോലെ തന്നെ ആദ്യത്തെ എന്ന് വെച്ചതാണ്, അത് മണിയാറാണ്. ഏതാണ്, മണിയാർ. ഏതാണ്, മണിയാർ. ഫസ്റ്റ് മണിയാറാണ്. ഫസ്റ്റ് ഏതാണ്, മണിയാറാണ്. അത് എവിടെയാണ്, നമ്മുടെ പത്തനംതിട്ടയിലാണ്. നമ്മുടെ പമ്പേന്റെ പോഷക നദിയായിട്ടുള്ള കക്കട്ടാറിലാണ് അത്. ഇത് കൂടി ഒന്ന് കൊടുത്തിട്ട് ഏറ്റവും വലുത് എന്താണ്, ഏറ്റവും വലുത് കൂത്തുങ്കൽ, പന്നിയാറിലാണ്, ഇടുക്കിയിലാണ്. ഏറ്റവും ആദ്യത്തേത് മണിയാറ്. എവിടെയാണ്, പത്തനംതിട്ടയിലാണ്. മണിയാറ് പത്തനംതിട്ടയിലാണ്. അതുപോലെ തന്നെ പമ്പ അല്ലെങ്കിൽ പമ്പേന്റെ പോഷക നദിയായിട്ടുള്ള കക്കട്ടാറിലാണ് അത് എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. പിന്നെയും പറയാനുണ്ട്, പക്ഷെ ഇത്രയാണ് നമുക്ക് ബേസ് ആയിട്ട് അതിന് വേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇത് ഒരു ചെറിയൊരു ഭാഗമാണ്. അവിടുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓൾ ഇന്ത്യ സർവീസ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസ്, അഖിലേന്ത്യാ സർവീസ് ആസ് പെർ ദി പ്രൊവിഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് എന്താണ് ഓൾ ഇന്ത്യ സർവീസിന്റെ ഭാഗമല്ലാത്തത്, ഓൾ ഇന്ത്യ സർവീസ്, അഖിലേന്ത്യാ സർവീസിന്റെ ഭാഗമല്ലാത്തത് ഏതാണ്, പറ. ഏതാണ് ഉത്തരം, അഖിലേന്ത്യാ സർവീസിന്റെ ഭാഗമല്ലാത്തത് ഏതാണ്? എ ഓർ ബി ഓർ സി ഓർ ഡി? പെട്ടെന്ന് പറയാം. ഇത് ഓപ്ഷൻ നോക്കി നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്നുള്ളൂ. ഓപ്ഷൻ നോക്കി നമുക്ക് ഉത്തരം പറയാം. ഏതാ? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. ഏതാണ്? ഓപ്ഷൻ ബി. ഏതാണ്? ഇന്ത്യൻ ഫോറിൻ സർവീസ് അല്ലെങ്കിൽ IFS എന്ന് പറയുന്നത് ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണോ? അല്ല, ഫോറസ്റ്റ് സർവീസ് ആണോ? അല്ലെങ്കിൽ പോലീസ് സർവീസ് ആണോ? ഏതാണ്? പെട്ടെന്ന് പറ.
ഏതാണ്? ഇത് തന്നെയാണല്ലോ ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണ് അല്ലെ, IFS. ഏതാണ്? IFS ആണ്, IFS അല്ല, IFS എന്ന് പറയും ഷോർട്ട് ആയിട്ട്. ഓക്കെ, അപ്പൊ അത് നമുക്കൊന്ന് ആ ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മൾ സുഖമായിട്ട് പഠിച്ചു വെക്കാം, സുഖമായിട്ട് പഠിച്ചു വെക്കാം. അപ്പൊ എന്താണ് ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറഞ്ഞാൽ പറ, എന്താണ് ഓൾ ഇന്ത്യ സർവീസ് അല്ലെങ്കിൽ അഖിലേന്ത്യാ സർവീസ് എന്ന് പറഞ്ഞാൽ? ഓൾ ഇന്ത്യ സർവീസ് അല്ലെങ്കിൽ അഖിലേന്ത്യാ സർവീസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എന്താണ്? അതാണ് നമുക്ക് അതിന്റെ സ്ലൈഡ് തന്നെ നോക്കാം. ഓൾ ഇന്ത്യ സർവീസ് ആണ് റിക്രൂട്ടഡ് അറ്റ് ദി നാഷണൽ ലെവൽ. കേന്ദ്ര ഇതിൽ നിയമിക്കുന്നു, അതായത് നാഷണൽ ലെവൽ, അതായത് കേന്ദ്ര സർക്കാരിന്റെ ഇതിൽ നിയമിക്കുന്നു. എന്താണ്? അപ്പോയിന്റ്മെന്റഡ് ടു ഐദർ സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് സർവീസ്. അതായത് കേന്ദ്രത്തിന്റെ ഇതിലാണ് നിയമിക്കുന്നത്, ഒന്നുകിൽ സംസ്ഥാന ഇതിലേക്കാവാം, അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ഇതിലേക്കാവാം, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ. ഇപ്പൊ നമുക്ക് ജില്ലാ കളക്ടർ അല്ലെങ്കിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു എക്സാമ്പിൾ IAS ആണ്. ഇപ്പൊ ജില്ലാ കളക്ടർമാരെ നിയമിക്കുന്നുണ്ട്. എവിടത്തേക്കാണ് നിയമിക്കുന്നത്? നമ്മളൊരു സംസ്ഥാനത്തിന്റെ ഓരോ ജില്ലകളുടെ നേതൃത്വ ഇതിലേക്കാണ്. അപ്പൊ ഈ രണ്ടിലും ഉൾപ്പെടും, അതായത് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ആ ഒരു പോസ്റ്റിലേക്ക് ദേശീയ ഇതിന് UPSC നാഷണൽ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മളെ UPSC ആണ് ഇതിലേക്ക് എന്ത് UPSC അല്ലെ, കേന്ദ്ര എന്താണ് സർവീസ് കമ്മീഷൻ ആണ് അല്ലെ, അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് ഈ പറഞ്ഞ ഓൾ ഇന്ത്യ സർവീസിൽ എന്ത് നടത്തുന്നത്? അപ്പോയിന്റ്മെന്റ് നടത്തുന്നത്. അപ്പൊ എന്താണ്? റിക്രൂട്ടഡ് അറ്റ് നാഷണൽ ലെവലിലാണ് റിക്രൂട്ട് ചെയ്യുന്നത്. ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇത് അടുത്തും കൂടി പഠിക്കാൻ നമുക്ക് മനസ്സിലാവും അല്ലെ. അപ്പോയിന്റ്മെന്റ് ഐദർ ടു സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്, സംസ്ഥാന സർവീസിലോ അല്ലെങ്കിൽ എന്താണ് കേന്ദ്ര സർവീസിലോ ആയിരിക്കും വരിക. അപ്പൊ അതിലോ എക്സാമ്പിൾ പറഞ്ഞാൽ ഓർത്തിരിക്കാം. നമുക്ക് ഇങ്ങനത്തെ കാര്യം പഠിക്കാൻ നമുക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആക്കാന്നുള്ള കാര്യമാണ്. ഇപ്പോൾ എന്താണ്? IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, പിന്നെ എന്താണ് ഇന്ത്യൻ പോലീസ് സർവീസ്, അതുപോലെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് അല്ലെ, ഇന്ത്യൻ ഫോറസ്റ്റ് IFOS ആണ് കേട്ടോ. IFS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണ്, ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. IFS ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണ്, IFOS ആണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് വരും, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് വരും. അപ്പൊ അതൊന്ന് കൊടുത്തിരിക്കുക IAS IPS IFOS, അതായത് ഇത് സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് സർവീസിലേക്കാണ് അവർ വരിക. പിന്നെ ഇവിടെ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടന്റ് കാര്യം ഈ ഒരു ആർട്ടിക്കിൾ ആണ്. ഇത് നമ്മൾ ഡയറക്റ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ള ആർട്ടിക്കിൾ ആണ്. അതായത് ഈ അഖിലേന്ത്യാ സർവീസിന്റെ രൂപീകരിക്കാനുള്ള അധികാരം ആയിരിക്കാണ്? പാർലമെന്റ് ആണ്. എംപവേഴ്സ് ദി പാർലമെന്റ് ടു ക്രിയേറ്റ് ന്യൂ ഓൾ പുതിയ അഖിലേന്ത്യാ സർവീസ് രൂപീകരിക്കാനുള്ള അധികാരം പാർലമെന്റ് നൽകുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? അതായത് പുതിയ എന്താണ് അഖിലേന്ത്യാ സർവീസ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസ് രൂപീകരിക്കാനുള്ള അധികാരം പാർലമെന്റിന് നൽകുന്ന അല്ലെ അഖിലേന്ത്യാ സർവീസിന്റെ രൂപീകരണത്തെ പറ്റി പരാമർശിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ചോദിച്ചാൽ ഏതാണ്? ആർട്ടിക്കിൾ 312 ആണ്. ആർട്ടിക്കിൾ 312 ആണ്. ഓർത്തിരിക്കുക. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു പോയിന്റ് ഇങ്ങ് ഓർത്തിരിക്കുക. ഈ അഖിലേന്ത്യാ സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രണ്ട് സഭകളുണ്ട്. നമുക്ക് രാജ്യസഭയുണ്ട്, ലോകസഭയുണ്ട്. ഏത് സഭക്കാണ് അധികാരം കൂടുതൽ വരിക? ലോകസഭക്കാണോ രാജ്യസഭക്കാണോ ഈ അഖിലേന്ത്യാ സർവീസ് രൂപീകരിക്കാനുള്ള അധികാരം കൂടുതൽ വെച്ചാൽ അതായിരിക്കാണ് രാജ്യസഭക്കാണ്. ഇപ്പൊ നമുക്ക് മണി ബില്ലുകൾ വരുന്ന സമയത്ത് ലോകസഭക്ക് അധികാരം അല്ലെ, എങ്ങനെ പ്രധാനപ്പെട്ട ബില്ലുകൾ പൊതുവെ ലോകസഭക്കാണ് അധികാരം വരിക. പക്ഷേ ഈ രാജ്യസഭേന്റെ അധികാരം, രാജ്യസഭയ്ക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു അധികാരം എന്ന് വെച്ചാൽ അഖിലേന്ത്യാ അത് അങ്ങനെ തന്നെ ഒരു താഴെ പറയുന്നത് രാജ്യസഭയ്ക്ക് കൂടുതൽ അധികാരം ലഭിക്കുന്ന ഇത് ഏതാന്ന് എടുത്ത് ചോദിച്ചാൽ അതിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ് ഏതെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ പറഞ്ഞ അഖിലേന്ത്യാ സർവീസിന്റെ രൂപീകരണത്തിന് രാജ്യസഭക്കാണ് കൂടുതൽ എന്തുള്ളത് അധികാരമുള്ളത് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യാവുന്ന ഓർത്തിരിക്കുക. ഓൾ ഇന്ത്യ സർവീസ് രൂപീകരണം രാജ്യസഭക്കാണ് കൂടുതൽ എന്തുള്ള അധികാരമുള്ളത് എന്നുള്ള കാര്യം എന്ത് ചെയ്യാവുന്ന ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഓൾ ഇന്ത്യ സർവീസ് പറഞ്ഞാൽ നമുക്ക് അടുത്ത് വരുന്ന സെൻട്രൽ സർവീസ് ആണ്. ഏതാണ്? സെൻട്രൽ സർവീസ് ആണ് കേന്ദ്ര സർവീസ് അല്ലെ. അതായത് നേരത്തെ നമ്മൾ സംസ്ഥാനത്തേക്കും കേന്ദ്രത്തിലേക്കും വരും. പക്ഷെ ഇവിടെ ആണെങ്കിൽ റിക്രൂട്ടഡ് നാഷണൽ ലെവൽ തന്നെയാണ്. പക്ഷെ എന്താണ് ഈ പറഞ്ഞ അപ്പോയിന്റ്മെന്റ് ഓൺലി ടു ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് അണ്ടർ ദി എക്സ്ക്ലൂസീവ് അതോറിറ്റി ഓഫ് സെൻട്രൽ, അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഡയറക്റ്റ് അണ്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റിലോട്ട് മാത്രമാണ് ഈ പറഞ്ഞ കേന്ദ്ര സർവീസ് എന്ത് ചെയ്യുന്നത് നിയമനം നടത്തുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഈ സെൻട്രൽ സർവീസ് ആണെങ്കിലും ഓൾ ഇന്ത്യ സർവീസ് ആണെങ്കിലും രണ്ടിലും നിയമനം നടത്തുന്ന ആരാണ്? അത് UPSC ആണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. UPSC ആണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇതിന് എക്സാമ്പിൾ ആണ് ഇതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന് മാത്രം കീഴിൽ വരുന്നതല്ലേ. അതുപോലെ ഇന്ത്യൻ ഫോറിൻ സർവീസ് IFSഉം ഇന്ത്യൻ റെയിൽവേ സർവീസും വേറെയും വിഭാഗങ്ങൾ ഉണ്ട് കേട്ടോ ഇതിൽ വരുന്ന, വേറെയും കാറ്റഗറീസ് ഉണ്ട്. വേറെ എന്തൊക്കെയാ വരിക? ഞാനിപ്പോ പ്രധാനപ്പെട്ട ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. വേറെ ഏതാ വരിക പ്രധാനപ്പെട്ടതിലും? വേറെ ഏത് വിഭാഗങ്ങളെ വരിക? വേറെ ഏതെങ്കിലും ഉണ്ട്? IFS ഇതൊക്കെ പറയുന്ന പോലെ തന്നെ വേറെ ഏതൊക്കെ വരുന്നുണ്ടെന്ന് ഇപ്പൊ സെൻട്രൽ സർവീസിലേക്ക് വരുന്ന വേറെ എന്തൊക്കെയുള്ള സെൻട്രൽ സർവീസിലേക്ക് വരുന്ന വേറെ ഇത് ഏതൊക്കെയാന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് പറയാം, അതുപോലെ ഇന്ത്യൻ റവന്യൂ സർവീസ് IRS അല്ലെ, IRS പറയാം, ഇന്ത്യൻ എക്കണോമിക് സർവീസ്, അതേപോലെ എന്താണ് ഇതൊക്കെ എന്തിന് കീഴിലെ വരിക? ഈ പറഞ്ഞ സെൻട്രൽ ലീഗൽ സർവീസ്. ഇതൊക്കെ നമ്മളെ കേന്ദ്ര ഗവൺമെന്റ് കീഴിലെ വരിക. അതിനൊക്കെ നമ്മൾ ഇതിന്റെ കാറ്റഗറിയിലാണ് വരിക. ഓക്കെ, ഇനി അടുത്തത്
സ്റ്റേറ്റ് സർവീസ് ആണ്. ഇതിൽ മൂന്നാമത്തെ കാറ്റഗറി സ്റ്റേറ്റ് സർവീസ് ആണ് നമ്മളൊക്കെ ജോലി ചെയ്യുന്നത്. ഇപ്പൊ എന്താണ് റിക്വയർഡ് സ്റ്റേറ്റ് ലെവൽ, അതായത് നമ്മുടെ PSCയിലൂടെ പബ്ലിക് സർവീസ് കമ്മീഷൻ PSC വഴി നിയമിക്കുന്നതാണ് ഇത് പറഞ്ഞ സ്റ്റേറ്റ് സർവീസ് വരിക. ഫോർ എക്സാമ്പിൾ അപ്പോയിന്റ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കമ്മിങ് അണ്ടർ ദി സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള നിയമനത്തിനെയാണ് നമ്മൾ പറയുക സ്റ്റേറ്റ് സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റേറ്റ് സർവീസിൽ വരുന്നതൊക്കെയാണ് പ്രധാനമായിട്ടും തരുന്ന എപ്പോഴും എക്സാം ചോദിക്കാൻ ഈ പറഞ്ഞ ഏതാണ് സെയിൽസ് ടാക്സ് ഓഫീസർ, അതുപോലെ നമ്മളെ പോലീസ് സർവീസ്, മെഡിക്കൽ സർവീസ്, പബ്ലിക് ഹെൽത്ത് സർവീസ്, ഫിഷറീസ് സർവീസ്, എഡ്യൂക്കേഷൻ സർവീസ്, ഇതൊക്കെ നമ്മൾ ഏതിലാണ് വരിക? ഈ പറഞ്ഞ സ്റ്റേറ്റ് സർവീസിലാണ് വരിക. ഇതിലെ വരിക സ്റ്റേറ്റ് സർവീസിലാണ് വരിക എന്നുള്ള കാര്യം ഒന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ അല്ലെ? ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കുക. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ക്വസ്റ്റ്യൻ? ഇതിൽ കുറച്ച് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ അത്യാവശ്യം GK പഠിച്ചവർക്ക് മാത്രം കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് പറഞ്ഞാൽ ഏതാണ് ഈ പറഞ്ഞ വേൾഡ് സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദി മൗണ്ടെയിൻ റേഞ്ച്. ഏത് മൗണ്ടെയിൻ റേഞ്ചിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പീക്ക് എന്ന് പറഞ്ഞാൽ കൊടുമുടി? ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏതാണ്? അതാണ് ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏതാണ് പറ. ഇതിന്റെ ഉത്തരം ഏതാണോ? ഇതിന്റെ ഉത്തരം ഏതാ പറ. അപ്പൊ ആദ്യം ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ലോകത്തിലെ വേൾഡ്സ് സെക്കൻഡ് ഹയസ്റ്റ്, ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊടുമുടി ഏതാന്ന് അറിയണം. ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊടുമുടി? ഏതാണ് ഏറ്റവും വലിയ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഏറ്റവും വലിയ കൊടുമുടി നമ്മൾ ഏത് പറയും? എവറസ്റ്റ് പറയും അല്ലെ? എവറസ്റ്റ് ആണ് അല്ലെ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി? എവറസ്റ്റ് ആണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ കൊടുമുടി പറഞ്ഞ ഏതാണ്? മൗണ്ട് K2 അല്ലെങ്കിൽ എന്ത് പറയും? ഗോഡ്വിൻ ഓസ്റ്റിൻ അല്ലെ? മൗണ്ട് K2 അല്ലെങ്കിൽ എന്താണ്? ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ് മൗണ്ട് K2 എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ക്വസ്റ്റ്യൻ ആക്ച്വലി ഈ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏതാണെന്നാണ്. ഈ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏതാണ് ഉത്തരം വരിക? ഏതാണ്? ഈ പറഞ്ഞ കാരക്കോർ ആണല്ലോ ആൻസർ വരിക. കാരക്കോർ ആണ് ആൻസർ വരുന്നത്. കാരക്കോർ ആണ് ആൻസർ വരിക. കാരക്കോറ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന കാരക്കോറം. അപ്പൊ എന്താണ് ഈ കാരക്കോറം? ദി ഹിമാലയാസ്, സസ്കർ, പീർപ്പാഞ്ചൽ എന്നൊക്കെ പറഞ്ഞ എന്താണെന്ന് മനസ്സിലാക്കി നോക്കണം. കാരണം ഇതൊക്കെ ഓരോ പർവ്വത നിരകളാണ്. നമ്മുടെ ഇന്ത്യൻ ഭൂപ്രകൃതി നമുക്ക് പ്രധാനമായിട്ട് 5ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം അല്ലെ, ഉപദ്വീപീയ പീഠഭൂമി അല്ലെ, അങ്ങനെ പിന്നെ ഏതാണ് ഉപദ്വീപീയ പീഠഭൂമി, പിന്നെ എന്താണ് തീരപ്രദേശം അല്ലെ, പശ്ചിമഘട്ടം, ഇതൊക്കെ പഠിക്കില്ലേ? പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം അല്ലെ, ഇങ്ങനെ എന്താണ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഉത്തര പർവ്വത മേഖല എന്നുള്ള ആ ഒരു ഏരിയ എന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. അതിലോട്ട് പോകാൻ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കി തരാം. ഒരു ബേസ് ഐഡിയ ഞാൻ ഉണ്ടാക്കി തരാം. അതിനു മുമ്പ് നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാ? എവറസ്റ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാ? ഏറ്റവും ഉയരം കൂടിയ മൗണ്ട് എവറസ്റ്റ്. എത്രയാണ് മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം? ഒന്ന് പറഞ്ഞേ, എത്രയാണ്? ഇതിൽ ബേസിക്കലി എവറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. 8848 എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം അതിന്റെ കറക്റ്റ് ഉയരം തന്നെ ചോദിക്കും. മുമ്പ് 8.5 ആയിരുന്നു. ഇപ്പൊ അതിന്റെ ഉയരം കുറച്ച് കൂടി. എത്രയാണ്? 8.86. ഇങ്ങനെ തന്നെ പഠിക്കണം. 8848.86 മീറ്റർ. 8848.86 മീറ്റർ ആണ് മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം. അതേപോലെ തന്നെ ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് രാജ്യത്താന്ന് വെച്ചാൽ എവിടെയാണത്? നേപ്പാളിലാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നേപ്പാൾ. നേപ്പാൾ ഇത് അറിയപ്പെടുന്ന പേര് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. നേപ്പാൾ ഇത് അറിയപ്പെടുന്ന പേര് എന്താണ്? സാഗർമാത അല്ലെ? നേപ്പാൾ അറിയപ്പെടുന്ന പേരെന്താണ്? സാഗർമാത. ഇതിന്റെ എവറസ്റ്റിന്റെ പഴയ പേര് എന്തായിരുന്നു? എവറസ്റ്റിന്റെ ആദ്യകാല നാമം എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഓർത്തിരിക്കുക. ആദ്യകാല നാമം എന്താണ്? പീക്ക്. എവറസ്റ്റിന്റെ ആദ്യകാല നാമം എന്താണ്? ഇതൊക്കെ ബേസിക്കലി നമ്മൾ എവറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. ആദ്യകാല നാമം എന്താണ്? പീക്ക് 15 എന്ന് ഓർത്തിരിക്കുക. ആദ്യകാല നാമം പീക്ക് 15. ഉയരം 8848.86. അതുപോലെ തന്നെ സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. നേപ്പാൾ അറിയപ്പെടുന്ന പേരെന്താണ്? സാഗർമാത എന്നാണ്. നേപ്പാൾ അറിയപ്പെടുന്ന പേര് സാഗർമാത എന്നാണ്. പിന്നെ ഇത് 1865 ഈ പറഞ്ഞ 1860 എവറസ്റ്റ് എന്ന് പറഞ്ഞ പേരൊക്കെ സ്വീകരിച്ചത്. അതൊന്നും പഠിച്ചില്ലെങ്കിൽ പീക്ക് 15 എന്ന് പഠിച്ചിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഇനി ഇതേ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ, ഏറ്റവും വലിയ രണ്ടാമത്തെ ചോദിച്ചത്, ഏറ്റവും വലിയ വേൾഡ് ഫസ്റ്റ് ഹയസ്റ്റ് പീക്ക് സിറ്റുവേറ്റഡ് ഇൻ ഡാഷ് മൗണ്ടെയിൻ റേഞ്ച് എന്ന് വെച്ചാൽ ഏത് മൗണ്ടെയിൻ റേഞ്ചാ? ഏത് മൗണ്ടെയിൻ റേഞ്ച് ആണ്? എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന അതേതാണ്? ഹിമാലയാണ്. ഏതാണ്? ഹിമാലയം. ഏതാണ്? ഹിമാലയം.
ചിലപ്പോൾ അതിൽ ഹിമാലയ എന്ന് തരൂല. ഇവിടെ ശരിക്കും പറഞ്ഞാല് ഇത് മൗണ്ടൻ ട്രാൻസ് ഹിമാലയ ആണ് വരിക. എന്താണ് ട്രാൻസ് ഹിമാലയ ആണ്, ട്രാൻസ് ഹിമാലയത്താണ് ഇത് വരിക. അതായത് മൗണ്ടൻ റേഞ്ചിന്റെ ഭാഗമാണ്. ഉത്തരപർവ്വത മേഖല നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യും. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, അതുപോലെ തന്നെ മൂന്നാമത്തെ കിഴക്കൻ മലനിരകൾ എന്ന് പറഞ്ഞ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ട്രാൻസ് ഹിമാലയത്തിലാണ് എന്തുള്ളത്, ഈ മൗണ്ട് ഗേറ്റ് ഉള്ളത്. ആ ട്രാൻസ് ഹിമാലയത്തിലാണ് ഈ പറഞ്ഞ കാരക്കോറും സസ്കറും അതുപോലെ തന്നെ എന്താണ് ലഡാക്ക് മലനിരകളൊക്കെ വരുന്നത്. അതിന്റെ ഡിവിഷൻ ആണ് വരിക. ഓക്കെ, അപ്പൊ ഇവിടെയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ഹിമാലയത്തിൽ ഏത് പർവ്വത നിരയിലാണ്? ഹിമാലയത്തിന് 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് അല്ലെ. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അതിലോട്ട് പോ, അതൊക്കെ നമുക്കൊന്ന് നോക്കണം. അതിനു മുമ്പ് ഞാൻ ഒരു ആദ്യമായിട്ട് എവറസ്റ്റ് കയറിയ ആരാടോ? ആദ്യമായിട്ട് എവറസ്റ്റ് കയറിയ ആരാ? എവറസ്റ്റ് കയറിയവരെ നിങ്ങൾക്ക് അറിയാം. ആദ്യമായിട്ട് എവറസ്റ്റ് കയറിയ ആൾക്കാരാരാ? എവറസ്റ്റ് എഡ്മണ്ട് ഹിലാരിയും അല്ലെ, എഡ്മണ്ട്, അതായത് ന്യൂസിലാൻഡുകാരനായിട്ടുള്ള എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗയാണ്, നേപ്പാളുകാരനായിട്ടുള്ള ടെൻസിംഗ് നോർഗയാണ് അല്ലെ. അപ്പൊ ആ ഒരു ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കുക. എവറസ്റ്റ് കീഴടക്കിയത് 1953. ഈ ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇതൊരു എക്സാമിന് ചോദിച്ചാണ്. മെയ് 29, 1953 മെയ് 29. അതുകൊണ്ടാണ് ഈ മെയ് 29 എവറസ്റ്റ് ദിനമായിട്ടാണ് ആചരിക്കുന്നത്. മെയ് 29 എവറസ്റ്റ് ദിനമാണ്. 1953 മെയ് 29 എവറസ്റ്റ് കീഴടക്കിയത്. അപ്പൊ മെയ് 29 എവറസ്റ്റ് ദിനമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആചരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം, ഞാൻ ഈ ഒരു സംഭവത്തെ പറ്റി ഒരു ബേസിക് ആയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കാം. ഇത് നമ്മളൊരു SCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം, ഈ ചിത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഇതിന് കുറേ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ജസ്റ്റ് ഒന്ന് ഇത് ക്ലിയർ ആണോ? ഈ ചിത്രം കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഈ പറഞ്ഞ ഇന്ത്യന്റെ ഭൂപടത്തിൽ ഈ ചിത്രം നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഇത് നമുക്ക് ബേസിക്കലി നമ്മൾ 10 മാർക്കിന്റെ GK ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിന് വേണം. നമുക്ക് ഈ ഒരു ബേസിക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ബേസിക്കലി നമുക്ക് ചിലപ്പോൾ ഉത്തരം എഴുതാൻ പറ്റും. അപ്പൊ ഇത് ക്ലിയർ ആണോ? കാണുന്നുണ്ടോ സാധനം കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഓക്കെ അല്ലെ? അപ്പൊ ഞാൻ നോക്കുക, നമ്മൾ ഉത്തരപർവ്വത മേഖലയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഉത്തരപർവ്വത മേഖലയ്ക്ക് ശരിക്കും പറഞ്ഞാൽ 3 ഭാഗങ്ങളുണ്ട്. ഉത്തരപർവ്വത മേഖലയ്ക്ക് എത്ര ഭാഗങ്ങളുണ്ട്? 3 ഭാഗങ്ങളുണ്ട്. 3 നമുക്ക് എന്ത് ചെയ്യാം, തരംതിരിക്കാം. അല്ല, ഒന്നാമത്തെ ഭാഗമാണ് ഏതെന്ന് പറഞ്ഞാൽ 3 ഭാഗമായിട്ട്. ഒന്നിന് നമുക്ക് 3 ഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നിന് നമുക്ക് എന്ത്, ഉത്തരപർവ്വത 3 ഭാഗങ്ങൾ. ഒന്ന് ഏതാണ്? ട്രാൻസ് ഹിമാലയാണ്. ഏതാണ്? ട്രാൻസ് ഹിമാലയം. പിന്നെ ഏതാണ്? ഹിമാലയം. പിന്നെ ഏതാണ്? ഈസ്റ്റേൺ സിറ്റ്സ്, അല്ലെങ്കിൽ എന്ത് പറയും, കിഴക്കൻ മലനിരകൾ. കിഴക്കൻ മലനിരകൾ. ഇത് 3 ഉണ്ട്. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഈ ഒരു ബേസിക് കാര്യം പഠിച്ചു വെക്കാം. എന്താണ്? ഉത്തരപർവ്വത മേഖലയെ 3 നമുക്ക് ഡിവൈഡ് ചെയ്യാം. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. അപ്പൊ നമ്മൾ ആദ്യം എടുക്കുക ട്രാൻസ് ഹിമാലയം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതാണ്, അതായത് ഈ ഒരു ഭാഗമാണ്. അതായത് 3 മലനിരകൾ: കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയത്തിൽ 3 പർവ്വതനിരകൾ വരും: കാരക്കോറം, ലഡാക്ക്, സസ്കർ. ക്ലിയർ ആണോ? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള പർവ്വതനിരകൾ ഏതൊക്കെയാണ്? അങ്ങനെ തന്നെ ചോദിക്കും എക്സാമിൽ. താഴെ പറയുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമല്ലാത്തത് ഏത് എന്ന് ചോദിച്ചാൽ ഭാഗമായ 3 പർവ്വതനിരകളാണ്. ഒന്ന് കാരക്കോറം. ഈ കാരക്കോറത്തിലാണ് എന്തുള്ളത്? മൗണ്ട് കേറ്റു ഉള്ളത് അല്ലെ. കാരക്കോറത്തിലാണ് മൗണ്ട് കേറ്റു ഉള്ളത്. ലഡാക്ക്, എന്താണ്? ലഡാക്ക്, സസ്കർ. ഇത് 3ഉം എന്തിന്റെ ഭാഗമാണ്? ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ്. അതുപോലെ ഈ കാരക്കോറത്തിന്റെ ഏതാണ്? വടക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്നത് അല്ലെ. വടക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഈ പർവ്വതത്തിനാണ് നമ്മൾ പാമീർ പർവ്വതക്കെട്ട് എന്ന പാമീർ പർവ്വത നിര എന്ന് പറയുന്നത്. അതാണ് പാമീർ പർവ്വത നിര എന്ന് ഓർത്തിരിക്കുക, വടക്ക് ഭാഗത്ത്. ഓക്കെ, അതിലോട്ട് പോകണ്ട. അപ്പൊ ട്രാൻസ് ഹിമാലയം 3, കാരക്കോറം, ലഡാക്ക്, സസ്കർ ഓർത്തിരിക്കുക. ഇനി ഹിമാലയം എടുക്കുകയാണെങ്കിൽ ഹിമാലയത്തിന് നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം? ഹിമാലയത്തിന് നമുക്ക് എത്രയാണ്? ഹിമാലയം 3 ആണ്. ഏതൊക്കെയാണ്? ഏറ്റവും ഇന്നർ വരുന്ന ഭാഗത്തിന്, ഈ ഒരു ഉള്ളിൽ വരുന്ന ഭാഗത്തിന് നമ്മൾ എന്ത് പറയും? ഹിമാദ്രി, ഇന്നർ ഹിമാലയ, അല്ലെങ്കിൽ ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നൊക്കെ അറിയപ്പെടുന്ന ഭാഗമാണ് ഹിമാദ്രി. അതായത് ഇതിന്റെ ഉയരം എന്ന് വെച്ചാൽ ഏകദേശം 6000 മീറ്ററിന് മുകളിലായിരിക്കും. 6000 മീറ്ററിന് മുകളിലായിരിക്കും. ആ ഹിമാദ്രിന്റെ ഉള്ളിലായിട്ട് വരുന്ന ഭാഗമാണ് ഏത്? ഹിമാചൽ. ഏതാണ്? ഹിമാചൽ. ഏതാണ്? ഹിമാചൽ. ലെസ്സർ ഹിമാലയ എന്ന് പറയും. ഏകദേശം ഒരു 3000 മീറ്റർ ആണ് ഇതിന്റെ ശരാശരി ഉയരം. ഏറ്റവും പുറത്ത് ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഏതെന്ന് പറഞ്ഞാൽ സിവാലിക്. ഏതാണ്? സിവാലിക്. ഇത് ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. അപ്പൊ ഹിമാദ്രി, ഇന്നർ ഹിമാലയം അല്ലെങ്കിൽ ഗ്രേറ്റർ ഹിമാലയം, അതായത് ഏറ്റവും വലുതാണ്. അതായത് 6000 മീറ്ററിന് മുകളിലാണ് ഇതിന്റെ ഉയരം വരിക. ഈ ഹിമാദ്രിയിലാണ് എന്ത് കാണപ്പെടുന്നത്? നമ്മളെ എവറസ്റ്റ് ഒക്കെ കാണപ്പെടുന്നത്. എവറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 8800 സംതിങ് ഇല്ലേ. 6000 മീറ്ററിൽ മുകളിൽ വരുന്ന ഈ പറഞ്ഞ പ്രധാനപ്പെട്ട പർവ്വതങ്ങൾ, പീക്കൊക്കെ കാണപ്പെടുന്ന എവിടെയാണ്? ഈ പറഞ്ഞ ഹിമാദ്രി. അപ്പൊ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ 6000 മീറ്ററിന് മുകളിലാണ്
ഇതെന്ന് പറഞ്ഞാൽ 3000 മീറ്റർ ആണ്. ഇതിന്റെ സിവാലിക് 1220 ഈ ഒരു റേഞ്ച് ഒന്ന് പഠിച്ചു നോക്കുക. അപ്പൊ ഏറ്റവും ഇന്നർ ആയിട്ടുള്ളത് ഇന്നർ വലുതും, ഇന്നർ ഹിമാലയ, ഗ്രേറ്റർ ഹിമാലയ, അതേതാണ്? ഹിമാദ്രിയാണ്. ഹിമാചൽ എന്ന് പറഞ്ഞ ഏതാണ്? ലെസ്സർ ആണ്. ഇടയിൽ വരുന്നതാണ് ലെസ്സർ ആണ്. ഔട്ടർ വരുന്ന സാധനമാണ് ഇത്. ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്ന ഏതാണ്? സിവാലിക് ആണ്. പിന്നെ നമ്മൾ കിഴക്കൻ മലനിരകൾ എന്ന് പറഞ്ഞാൽ പട്കായിബും ഇതിൽ കൊടുക്കുന്നത്, ഈ പറഞ്ഞ ചിത്രത്തിൽ കൊടുക്കുന്നതാണ് പട്കായിബും. അതുപോലെ നാഗാ കുന്നുകൾ, ഗാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ, മീസോ കുന്നുകൾ, ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്? ഈ പറഞ്ഞ കിഴക്കൻ മലനിരകളുടെ ഭാഗമാണ്. അറ്റ്ലീസ്റ്റ് ഞാൻ ഇതേപറ്റി ഡീപ്പായിട്ട് ഒന്നും പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് ഈ ഒരു ബേസ് നിങ്ങളുടെ മൈൻഡിൽ വേണം. കാരണം ഈ ഒരു ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ലോജിക്കലി ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് ഈ ഒരു നമ്മൾ ഇതിന്ന് ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ചോദിക്കും. ഓക്കെ, ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് നമ്മൾ PSC പഠിക്കുമ്പോൾ പഠിക്കുന്നത്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഈ ഒരു ബേസിങ്ങിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെപ്പറ്റി ഉണ്ടാക്കി എടുക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാനത് ഒന്നുകൂടി പറയാം. ഉത്തര പർവ്വത മേഖലയെ നമുക്ക് 3ആയിട്ട് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഒന്നാണ് ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിര. ഈ ട്രാൻസ് ഹിമാലയത്തിന് 3 പർവ്വതനിരകൾ വരുന്നതാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഈ കാരക്കോറത്തിലാണ് ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയായിട്ട് എന്തുള്ളത്? മൗണ്ട് കേറ്റു എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി രണ്ടാമത്തെ കൊടുമുടി മൗണ്ട് കേറ്റു എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഹിമാലയത്തിന് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാദ്രി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉള്ളിലുള്ളതാണ്, ഏറ്റവും ഇന്നർ ആണ്, അതുപോലെ ഏറ്റവും വലുതാണ്. അതുകൊണ്ട് ഗ്രേറ്റർ ഹിമാലയ, ഇന്നർ ഹിമാലയ 6000 മീറ്ററിന് മുകളിലാണ് ഉയരം. ഈ ഹിമാദ്രിയിലാണ് എന്തുള്ള സ്ഥിതി ചെയ്യുന്നത്? എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്? ഹിമാലയത്തിൽ ഹിമാദ്രി പർവ്വതനിരകളുടെ ഭാഗമാണ് ഏത്? മൗണ്ട് എവറസ്റ്റ് അല്ലെ. അതുപോലെ തന്നെ ഹിമാചൽ എന്താണ്? ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്നു. സിവാലിക് 1220 ആണ്. അത് ഔട്ടർ ആണ്, പുറത്താണ്. ആ ഔട്ടർ ഹിമാലയ എന്ന് അറിയപ്പെടുന്നത്. താരതമ്യേന ഉയരം എന്താണ്? കുറവാണ്. ഇത് ഓക്കെ ആണോ? ഞാൻ ഈ പറഞ്ഞ കാര്യം ഓക്കെ ആണോ? നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയാം. ഓക്കെ ആണ്. ഓക്കെ. അപ്പൊ മൗണ്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മൗണ്ട് ഗേറ്റു ആണ് നമ്മൾ പറഞ്ഞ. മൗണ്ട് ഗേറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്താണ്? മൗണ്ട് ഗേറ്റ് ഒന്നാമത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലുതാണ്, ലോകത്തിലെ രണ്ടാമതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ, ഇന്ത്യയിൽ പൂർണ്ണമായും ഇന്ത്യ എന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. ഇത് പൂർണ്ണമായിട്ട് ഇന്ത്യയിലല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് വെച്ചാൽ മൗണ്ട് ഗേറ്റ് അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റോറും. പക്ഷെ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലുതെന്ന് വെച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. സിക്കിമിൽ സ്ഥിതി ചെയ്യുന്ന കാഞ്ചൻജംഗയാണ്. പക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലുതെന്ന് വെച്ചാൽ മൗണ്ട് ഗേറ്റു ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലുതെന്ന് വെച്ചാൽ ഏതന്നെയാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയതെന്ന് വെച്ചാൽ ഏതാണ്? മൗണ്ട് ഗേറ്റുവിനാണ്. ഈ മൗണ്ട് ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് നമ്മളെ POK എന്ന പാക് ഓക്കുപ്പൈഡ് കാശ്മീരിലാണ്. അത് പാക് അധിനിവേശ കാശ്മീരിലാണ് നമ്മളെ ഈ പറഞ്ഞ മൗണ്ട് ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ 8611 നേരത്തെ 8848.86 ആണെങ്കിൽ ഇത് 8611 ഇതിന്റെ ഉയരം എന്ന് വെച്ചാൽ. കാരക്കോറം നിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം ട്രാൻസ് ഹിമാലയത്തിന്റെ ഏറ്റവും വടക്ക് ഭാഗത്ത്, ഏറ്റവും ടോപ്പിലല്ലേ വരുന്നത്, വടക്ക് ഭാഗത്താണുള്ളത്. ഈ പറഞ്ഞ കാരക്കോറം മലനിരകളാണ് നമ്മൾ ഇന്ത്യയുടെ വടക്കേ അറ്റം നമ്മൾ പറയുന്നത്. ഇന്ത്യയുടെ വടക്കേ അറ്റം എന്താണ്? ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശം, ഇന്ത്യയുടെ വടക്കേ അറ്റം ഏതാ? ഇന്ത്യയുടെ വടക്കേ അറ്റം എന്നറിയപ്പെടുന്ന ഏതാ? ഇന്ത്യയുടെ തെക്കേ അറ്റം, വടക്കേ അറ്റം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിക്കൂലേ? കിബിത്തു, ബുഹാർ മോത്തി, പടിഞ്ഞാറ്, കിഴക്ക് എന്നൊക്കെ പഠിക്കുന്ന പോലെ ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ന് പറഞ്ഞ ഏതാണ്? ഇന്ദിരാ കോളാണോ ഇന്ദിരാ പോയിന്റ് ആണോ? ഇതൊക്കെ ഒരു 1 മാർക്കിനാ. ഇന്ദിരാ കോളാണ് വടക്കേ അറ്റത്ത്. ഇന്ദിരാ കോളും ഇന്ദിരാ പോയിന്റ് കന്യാകുമാരി ആ സൈഡാണ് ഇന്ദിരാ പോയിന്റ് വരിക അല്ലെ. അപ്പൊ ഇന്ദിരാ കോളൊക്കെ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ മൗണ്ട് ഗേറ്റുവിന്റെ ഭാഗമായിട്ടാണ്. മൗണ്ട് ഗേറ്റിന്റെ ഭാഗമായിട്ടാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഈ മൗണ്ട് ഗേറ്റുവിലാണ് ഈ ലോകത്തിലെ മൗണ്ട് ഗേറ്റു അല്ല, ഈ പറഞ്ഞ നമ്മുടെ ഈ കാരക്കോറം മലനിരകളിലാണ് ലോകത്തെ നമ്മൾ ഈ പറഞ്ഞ 3-ാം ധ്രുവം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. എന്താണ് ഈ 3-ാം ധ്രുവം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? 3-ാം ധ്രുവം, തേർഡ് പോൾ അല്ലെങ്കിൽ 3-ാം ധ്രുവം എന്നറിയപ്പെടുന്ന എന്താണ്? നമ്മള് സിയാച്ചിൻ. ചിലപ്പോ അതും ചോദിക്കുക എക്സാമിന്റെ. സിയാച്ചിൻ ഹിമാനി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? കാരക്കോറാണ്. സിയാച്ചിൻ മഞ്ഞുമല സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരം ചോദിച്ചാൽ ഏതാണത്? കാരക്കോറം നിരകളാണ്. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ഉയരം പേടിയ ഹെലിപ്പാഡ് അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധക്കൾ എന്നൊക്കെ പറഞ്ഞതാണ് നമ്മളെ സിയാച്ചിൻ ഹിമാനിയാണ്. സിയാച്ചിൻ ഗ്ലേസിയർ അല്ലെ, സിയാച്ചിൻ ഗ്ലേസിയർ ആണ്. അപ്പൊ ഇത് സിയാച്ചിൻ എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം എന്താണ്? റോസാപ്പൂക്കൾ സുലഭം എന്നാണ് അർത്ഥം. എന്താണ്? റോസാപ്പൂക്കൾ സുലഭം എന്നാണ് അതിന്റെ അർത്ഥം. റോസാപ്പൂക്കൾ സുലഭം എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ നമ്മൾ ഈ സിയാച്ചിൻ കീഴടക്കാൻ വേണ്ടി നടത്തിയ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു 1984 ഇന്ദിരാഗാന്ധി നടത്തിയ ഓപ്പറേഷൻ ഉണ്ട്. അതിന്റെ പേരാണ് എന്തെന്നാണ്? ഓപ്പറേഷൻ മേഘദൂത്. ഓപ്പറേഷൻ മേഘദൂത് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓപ്പറേഷൻ മേഘദൂത് എന്താണ്? സിയാച്ചിൻ ഗ്ലേസിയർ കീഴടക്കാൻ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വം നടത്തിയ ഓപ്പറേഷന്റെ പേരാണെന്ത്? എന്താണ്? ഓപ്പറേഷൻ മേഘദൂത് അല്ലെ. അപ്പൊ സിയാച്ചിൻ ഗ്ലേസിയറിൽ കൂടി ഒഴുകുന്ന നദി ചോദിച്ച ഏതാണ്? സിയാച്ചിൻ
മഞ്ഞുമലയിൽ കൂടി ഒഴുകുന്ന നദി ചോദിച്ചതാണ്. സിയാച്ചിൻ ഗ്ലേസിയർ വഴി ഒഴുകുന്ന നദി ഏതാണ്? സിയാച്ചിൻ മഞ്ഞുമല വഴി ഒഴുകുന്ന നദി ഏതാണ്? അതിന്റെ പേരാണെന്ത്? ഏതാണ്? നുബ്ര നദിയാണ്. ഏതാണ്? നുബ്ര നദിയാണ്. ഏതാണ്? നുബ്ര നദിയാണ്. ഏതാണ്? നുബ്ര നദിയാണ്. ഒന്ന് ഓർത്തിരിക്കുക. നുബ്ര നദിയാണ്. നുബ്ര നദിയാന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഈ പറഞ്ഞ കാര്യം ഒന്ന് അഡീഷണൽ ആയിട്ട് പറഞ്ഞെന്നുള്ളൂ, നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ഇതുകൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ വൈറൽ ഡിസീസ്? താഴെ പറയുന്നത് ഏതാണ് വൈറൽ ഡിസീസ് ആയിട്ട് വരുന്നത്? ഏതാണ് താഴെ പറയുന്നവയിൽ ഏതാണ് വൈറൽ ഡിസീസ് എന്നാണ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നത് വൈറസ് രോഗം ഏതാണ്? താഴെ പറയുന്നതിൽ ഏതാണ് വൈറസ് രോഗം? ഡിഫ്തീരിയ, മംസ്, ലെപ്രസി, ചിക്കൻ പോക്സ്. ഏതാണ്? മംസ് എന്ന് പറഞ്ഞാൽ മുണ്ടുനീര്. ആക്ച്വലി ശരിക്കും പറഞ്ഞ ഇതിൽ മൾട്ടിപ്പിൾ ആൻസർ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്. ആക്ച്വലി ഇവിടെ എന്താണ് ഈ പറഞ്ഞ ചിക്കൻ പോക്സ് വൈറസ് ഡിസീസ് ആണ്. മംസ് അല്ലെങ്കിൽ നമ്മൾ ഈ മുണ്ടിനീര് എന്ന് പറഞ്ഞാൽ അതും എന്താണ് വൈറൽ ഡിസീസ് ആണ്. ഇതിന് മൾട്ടിപ്പിൾ ആൻസർ ഉണ്ട്. ആക്ച്വലി ക്വസ്റ്റ്യൻ എന്താണ് തെറ്റാണ്. ഡിഫ്തീരിയയും ലെപ്രസി പറഞ്ഞാൽ കുഷ്ടാണ് അല്ലെ, ഡിഫ്തീരിയ തൊണ്ടമുള്ള അല്ലെ, ഇത് രണ്ടും എന്താണ് ബാക്ടീരിയ. അപ്പൊ ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്. ഈ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഡിഫ്തീരിയ, മംസ്. അപ്പൊ ക്വസ്റ്റ്യൻ തെറ്റാണ്. ഇതിൽ മംസും ചിക്കൻ ബോക്സും രണ്ടും വൈറൽ ഡിസീസ് രണ്ട് ആൻസർ വരുന്നുണ്ട്. എന്നാലും നമുക്ക് ഇവിടെ നമുക്കൊരു പൊതുവെ നമ്മൾ ബാക്ടീരിയൽ ഡിസീസസ് പഠിക്കാറുണ്ട്. ബാക്ടീരിയൽ ഡിസീസും വൈറസ് ഡിസീസും പഠിക്കുന്നത്. നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം? ബാക്ടീരിയൽ ഡിസീസ് പഠിക്കാം. പൊതുവെ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കോഡ് ഉണ്ട് അല്ലെ, ബാക്ടീരിയൽ ഡിസീസ് പഠിക്കാൻ വേണ്ടി. എന്താ കോഡ് യൂസ് ചെയ്യുന്നത്? പൊതുവെ എല്ലായിടത്തും ഞാനും ആ കോഡ് ഉപയോഗിച്ചിട്ടാണ് ബാക്ടീരിയൽ ഡിസീസ് പഠിച്ചത്. ഒരു കോഡ് പഠിക്കും നമ്മൾ. എന്താണ്? വിപിൻ കോഴിക്കോട് എയ്സിലാണ് TTCക്ക് പഠിക്കുന്നത് അല്ലെ, വിഷയം ബോട്ടണി ഗണിതവും അല്ലെ. അങ്ങനെ ഒരു കോഡ് കേട്ടിട്ടുണ്ടോ? കോഡ് കേട്ടിട്ടില്ലേ? നമ്മൾ സാധാരണ എവിടെയൊക്കെ സെർച്ച് ചെയ്താലും കാണുന്ന ഒരു കോഡാണ് അല്ലെ. വേറെയും കോഡുകൾ ഉണ്ടാവും. അങ്ങനെ ഒരു കോഡ് കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ആ കോഡ് നോക്കാം അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞ കോഡ് ഇതാണ്. ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് വൈറസ് ഡിസീസ് സിമ്പിൾ ആയിട്ട് പഠിക്കാം അല്ലെ. വിപിൻ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് VPN. എന്താണ് വിപിൻ? കോഴിക്കോട് നമ്മൾ പൊതുവെ ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ എന്ത് പറയാണ്? KKD. എയ്സിലാണ് വിപിൻ കോഴിക്കോടുള്ള എയ്സിലാണ് TTCക്ക് പഠിക്കുന്നത്. വിഷയം ബോട്ടണിയും ഗണിതവും. വിഷയം എന്താണ്? ബോട്ടണിയും ഗണിതവും. അപ്പൊ ഈ കോഡ് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാ? വിപിൻ VPN കോഴിക്കോട് KKD എയ്സിലാണ് TTCക്ക് പഠിക്കുന്നത്. വിഷയം ബോട്ടണിയും ഗണിതവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. വിപിൻ ബി എന്താ പറ? ബി എന്താണ്? വില്ലൻ ചുമ. ആദ്യത്തെ എന്താണ്? ബി എന്താണ്? വില്ലൻ ചുമ. പി എന്താണ്? പ്ലേഗ് ആണ്. എന്താ പറ? എന്താണ്? ബാക്ടീരിയൽ ഡിസീസ് ആണ് എന്താ പറയുന്നത്. എന്താണ്? ന്യൂമോണിയ. എന്താണ്? ന്യൂമോണിയ. കെ എന്താണ്? KKD. കെ എന്താണ്? ലെപ്രസിന്റെ കുഷ്ഠം. കെ എന്താണ്? അടുത്ത കെ എന്താണ്? ക്ഷയം അല്ലെ, ക്ഷയം ട്യൂബർകുലോസിസ്. ഡി എന്താ? നമ്മൾ ഓപ്ഷനിൽ കണ്ടു. എന്താണ്? ഡിഫ്തീരിയ. എയ്സിലാണ്. എന്താണ്? ആന്ത്രാക്സ്. ആന്ത്രാക്സ്. സി എന്താണ്? സി എന്താണ്? ആന്ത്രാക്സ്. സി എന്താണ്? കോളറ. ഇ എന്താണ്? എലിപ്പനി. എന്താണ്? എലിപ്പനി. എയ്സിലാണ് TTC. ആദ്യത്തെ ഡി എന്താ? ടെറ്റനസ്. അടുത്ത ഡി എന്താ? ടൈഫോയിഡ്. ഒന്ന് ഞാൻ ജസ്റ്റ് ചെയ്തിടുക. ബോട്ടണിയും എന്ത് കിട്ടി? TTC ഉണ്ടല്ലേ. സി എന്താണ്? സിഫിലിസ് ആണ്. എന്താണ്? സിഫിലിസ് ആണ്. ബോട്ടണി എന്ന് പറഞ്ഞതാണ് ബോട്ടുലിസം. ഗണിതവും എന്ന് പറഞ്ഞതാണ് ഗൊണോറിയ. എന്താണ്? ഗൊണോറിയ. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കാം, ഒന്ന് ശ്രദ്ധിക്കാം. വിപിൻ
വിപിൻ KKD ഏസിലാണ്, TTC കോഡ് V ഫോർ വില്ലൻ ചുമ, P ഫോർ പ്ലേഗ്, N ഫോർ ന്യൂമോണിയ, K ഫോർ കുഷ്ഠം, K ഫോർ ക്ഷയം, D ഫോർ ഡിഫ്തീരിയ, A ഫോർ ആന്ത്രാക്സ്, C ഫോർ കോളറ, E ഫോർ എലിപ്പനി, T ഫോർ ടെറ്റനസ്, T ഫോർ ടൈഫോയിഡ്, C ഫോർ സിഫിലിസ്. അതുപോലെ ബോട്ടണി എന്ന് പറയുമ്പോൾ ബോട്ടുലിസം വരും. ഗണിതം എന്ന് പറഞ്ഞാൽ ഗൊണോറിയ എന്ന് വരും. ഗൊണോറിയ. അപ്പൊ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മള് ഓൾമോസ്റ്റ് നമ്മൾ എന്താണ് ഈ പറഞ്ഞ ബാക്ടീരിയൽ ഡിസീസസ് നമ്മൾ പഠിച്ചു. ഓൾമോസ്റ്റ് ബാക്ടീരിയൽ ഡിസീസസ് നമ്മൾ പഠിച്ചു. പിന്നെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ വൈറസ് ഞാനിപ്പോ രണ്ടും കൂടി കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, പിന്നെ ഒരു ക്ലാസ് പറഞ്ഞുതരാം. ഈ ബാക്ടീരിയ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ചിലപ്പോൾ വൈറസ് ആയിരിക്കാം. ബാക്ടീരിയയിൽ ഓൾമോസ്റ്റ് നമ്മൾ ഈ ഒരു കോഡ് വെച്ച് പഠിച്ചു. ഓക്കെ, എന്താണ് വില്ലൻ ചുമ, പ്ലേഗ്, ന്യൂമോണിയ, കുഷ്ഠം, ക്ഷയം, ഡിഫ്തീരിയ, ആന്ത്രാക്സ്, കോളറ, എലിപ്പനി, ടെറ്റനസ്, ടൈഫോയിഡ്, ആ ഒരു ലെറ്റർ വെച്ച് കണക്ട് ചെയ്യാം. അപ്പൊ ഇത് പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ഈ പ്ലേഗിന്റെ രോഗകാരിന്റെ പേരൊന്ന് ഓർത്തിരിക്കുക. എഴ്സീനിയ പെസ്റ്റ്. എന്താണ് എഴ്സീനിയ പെസ്റ്റിസ്? എഴ്സീനിയ പെസ്റ്റിസ്. ചിലപ്പോൾ അത് പ്രധാനപ്പെട്ട രോഗകാരി ഒന്ന് ഓർത്തിരിക്കുക. പ്ലേഗിന്റെ എന്താണ്? എഴ്സീനിയ പെസ്റ്റിസ് ആണ്. എഴ്സീനിയ പെസ്റ്റിസ് ആണ് ഓർത്തിരിക്കുക. നമ്മൾ അതുപോലെ എലിപ്പനിന്റെ രോഗകാരിന്റെ പേരെന്ന് വെച്ചാൽ എന്താണ്? ലെപ്റ്റോസ്പൈറോ ഇക്ടറോ ഹെമറേജിക്ക അല്ലെ ഹെമറേജിയ. എന്താണ്? ലെപ്റ്റോസ്പൈറോ ഇക്ടറോ ഹെമറേജിക്ക. അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ചില രോഗങ്ങളൊക്കെ എന്തിനെ ബാധിക്കുന്നതൊക്കെ നമ്മളോട് PSC ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കാം, ഇതിൽ വില്ലൻ ചുമ, പ്ലേഗ്, ന്യൂമോണിയ എന്തിനെ ബാധിക്കുന്ന രോഗ പറഞ്ഞേ. ന്യൂമോണിയ എന്തിനെ ബാധിക്കുന്നതാണ്? ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണ്. ന്യൂമോണിയ എന്തിനെ ബാധിക്കുന്നത്? ശ്വാസകോശമാണ്, ലങ്സിനെ ബാധിക്കുന്ന രോഗമാണ്. കുഷ്ഠം എന്തിനെ ബാധിക്കുന്നത്? കുഷ്ഠം കുഷ്ഠം സ്കിന്ന് അല്ലെങ്കിൽ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ്. നാഡീവ്യവസ്ഥ. ഈ ക്ഷയരോഗമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠനം. അത് അവിടെ നിൽക്കട്ടെ. ക്ഷയരോഗം അവിടെ നിൽക്കട്ടെ. ഈ പറഞ്ഞ എന്താണ്? അതുപോലെ തന്നെ ആന്ത്രാക്സ്, കോളറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുകുടലിനെയൊക്കെ ബാധിക്കുന്ന രോഗമാണല്ലേ കോളറ. വിബ്രിയോ കോളറയാണ് അതിന്റെ രോഗകാരി. കോളറിന്റെ രോഗകാരി വിബ്രിയോ കോളറയാണ്. ചെറുകുടലിനെയാണ് പ്രധാനമായിട്ടും ബാധിക്കുക അല്ലെ. അതുപോലെ തന്നെ പിന്നെ ടെറ്റനസ് എന്തിനെ ബാധിക്കുന്ന രോഗമാണ്? ടെറ്റനസ് എന്താണ്? നമ്മളെ മസിൽ അല്ലെങ്കിൽ എന്താണ് പേശിയെ ബാധിക്കുന്ന രോഗമാണ്. മസിൽസ് അല്ലെങ്കിൽ പേശിയെ ബാധിക്കുന്ന രോഗമാണ് ഏതെന്ന് പറഞ്ഞാൽ ടെറ്റനസ്. മസിൽസ് അല്ലെങ്കിൽ പേശിയെ ബാധിക്കുന്ന രോഗമാണ്. ഓക്കെ, ഞാൻ ചോദിക്കാണ്, രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഏതാണ്? രോഗങ്ങളുടെ രാജാവ് കിങ് ഓഫ് രോഗങ്ങളുടെ രാജാവ് ആരാണ്? രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യത. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നതാണ് അതാണ് WHO നമ്മുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന രോഗമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള രോഗമാണ് ഏതാണ്? ഏറ്റവും കൂടുതൽ ആൾക്കാർ അഫക്ട് ചെയ്ത രോഗം എന്ന് വെച്ചതാണ് രോഗങ്ങളുടെ രാജാവ് എന്ന ക്ഷയാണ്. ഏതാണ്? ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ ക്ഷയാണ്. WHO റിപ്പോർട്ട് പ്രകാരം കൂടുതൽ ആൾക്കാർക്ക് ബാധിച്ച രോഗമാണ് ക്ഷയാണ്. ഏതാണ്? ക്ഷയം. അതിനെയാണ് നമ്മൾ എന്താ പറയുക? രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗങ്ങളുടെ ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണ് ക്ഷയം അല്ലെ. ക്ഷയത്തിന് ഉപയോഗിക്കുന്ന ഒരു ചികിത്സ ഉണ്ട്. അതിന്റെ പേരെന്താണ്? ഒരു മൾട്ടി ഡ്രഗ് തെറാപ്പി യൂസ് ചെയ്യും. അതാണ് ഏത്? ഡോട്ട് ചികിത്സ അല്ലെ. DOT ഡോട്ട് ചികിത്സ. ഏതാണ്? ഡോട്ട് ചികിത്സ. എക്സാമിന് ചോദിക്കാൻ എന്താണ്? ഡോട്ട് ചികിത്സ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോട്ട് ചികിത്സ എന്തുമായി ബന്ധപ്പെടുന്നതാണ്? ഈ പറഞ്ഞ നമ്മളെ ക്ഷയരോഗത്തിനുള്ള ചികിത്സയാണ് ഡോട്ട് ചികിത്സ. അതായത് 5 നമ്മൾ ഈ പറഞ്ഞായിട്ട് ഡ്രഗ് എന്താണ് മൾട്ടി ഡ്രഗ് തെറാപ്പി എന്നാണ് അതിനെ പറയാം. അതായത് 5 മരുന്നുകളാണ്. എത്ര മരുന്നുകളാണ് കൊടുക്കുന്നത്? 5 മരുന്നുകളാണ് ഈ പറഞ്ഞ ചികിത്സ വഴി. 5 മരുന്നാണ് ഡോട്ട് ചികിത്സ. 5 മരുന്ന് മൾട്ടി ഡ്രഗ് തെറാപ്പിയാണ് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നു. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതിന്റെ കുത്തിവെപ്പാണ് ഇത് BCG വാക്സിൻ അല്ലെ. BCG കുത്തിവെപ്പ് അല്ലെ. BCG കുത്തിവെപ്പ്. ഏതാണ്? BCG കുത്തിവെപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷയരോഗമായിട്ട് ബന്ധപ്പെട്ട കുത്തിവെപ്പാണ് ഇത് BCG അല്ലെ. BCG കുത്തിവെപ്പ് ക്ഷയരോഗമായിട്ട് എന്ത് ചെയ്യുന്നു? ബന്ധപ്പെട്ടിരിക്കുന്നു ഉള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ക്ഷയരോഗമായിട്ട് ബന്ധപ്പെട്ട കുത്തിവെപ്പാണ് ഏത്? BCG. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ വീൽസ് രോഗം എന്നറിയപ്പെടുന്ന ഏതാണ്? വീൽസ് രോഗം അല്ലെങ്കിൽ 7 ഡേ ഫീവർ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? വീൽസ് രോഗം. അല്ലെങ്കിൽ ഞാൻ വൈഡൽ ടെസ്റ്റ് എയ്ഡ്സിന് ഉപയോഗിക്കും. എയ്ഡ്സിന് നമുക്ക് കുറെ എലൈസ ടെസ്റ്റ്, വൈഡൽ ടെസ്റ്റ്, PCR ടെസ്റ്റ് ഒക്കെ എയ്ഡ്സിന് ഉപയോഗിക്കണം. പക്ഷെ എയ്ഡ്സ് പൊതുവെ കുറെ ടെസ്റ്റ് ഞാൻ ഈ പറഞ്ഞ ബാക്ടീരിയൽ ഡിസീസിൽ ഏത് ബാക്ടീരിയൽ ഡിസീസിനാണ് വൈഡൽ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്? നമ്മളിപ്പോ ബാക്ടീരിയൽ ഡിസീസ് അല്ല പറയുന്നത്. അതിൽ ഏത് ബാക്ടീരിയൽ ഡിസീസിനാണ് വൈഡൽ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്? ഇതുകൂടി പറഞ്ഞ് നമുക്ക് നിർത്താം കേട്ടോ. വൈഡൽ ടെസ്റ്റ് ഉപയോഗിക്കുന്നത് അതിന് മലയാള പേര് നമ്മൾ സന്നിപാത ജ്വരം എന്നറിയപ്പെടുന്ന ഇതാണ്. സന്നിപാത ജ്വരം എന്നാണ് അത് മലയാളത്തിൽ അറിയപ്പെടുക. ഏത് രോഗമാണ്? സന്നിപാത ജ്വരം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്?
സന്നിപാത ജ്വരം അറിയോ ഏതാണ്? അത് ടൈഫോയിഡ് ആണ്. ഏതാണ്? ടൈഫോയിഡ്. ചെറുകുടലിനെ ബാധിക്കുന്ന രോഗമാണ് ഇത് ടൈഫോയിഡ് അല്ലെ, സാൽമോണല്ല ടൈഫി അല്ലെ, സാൽമോണല്ല ടൈഫി ആണ് അതിന്റെ രോഗകാരി എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്തിരിക്കുക, സാൽമോണല്ല ടൈഫി. അതുപോലെ എന്താണ് അതിന്റെ ടെസ്റ്റ് ആണ് ഇത് വൈഡൽ ടെസ്റ്റ് ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ ടൈഫോയിഡ്. എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡിനാണ് ഉപയോഗിക്കുന്നത്, വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡിനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ എന്താണ് കോഡ് എന്ത് ചെയ്യാവുന്ന ഓർത്തിരിക്കുക, കോഡ് എന്ത് ചെയ്യാവുന്ന ഓർത്തിരിക്കുക, കോഡ് ഒന്ന് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. എന്താണ് വിപിൻ KKD8 TTCക്ക് പഠിക്കുന്നത്, വിഷയം ബോട്ടണിയും ഗണിതവും. അതായത് ബാക്ടീരിയൽ ഡിസീസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റിംഗ് ടെക്നിക് ഉപയോഗിച്ച് വൈറസ് രോഗം ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ വൈറസ് രോഗത്തിന് കോഡ് ഉണ്ട്, രണ്ടും കൂടി പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് അത് ഇന്ന് പറയാത്തത്. അപ്പൊ ഞാൻ ഇതിന്റെ ഇടയിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറച്ച് അധികം കാര്യങ്ങൾ കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, കാരണം അതൊക്കെ ചോദിക്കാൻ ഒരുപാട് ഡീപ്പിലോട്ടൊന്നും പോയിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കവർ ചെയ്ത് പോയത്. കാരണം നമ്മൾ എടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്യാവശ്യം ആ ഒരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും എന്താണ് സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, സ്പീഡായിന്നോ അല്ലെങ്കിൽ എന്താണ് ഇത്രയും എന്താണ് എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയാനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത കാര്യം വൃത്തിക്ക് കുറച്ച് നിങ്ങൾക്ക് ആ ഏരിയാസ് നിന്ന് ക്വസ്റ്റ്യൻ കിട്ടിയ ആ ഒരു ഏരിയാസ് നിന്ന് ക്വസ്റ്റ്യൻ ഏത് രീതി ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്താണ് നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ എടുത്തുകൊണ്ട് പോയോണ്ടാണ് എടുത്ത സാധനം, അതുകൊണ്ടാണ് നമുക്കത് കംപ്ലീറ്റ് ആവാത്തത്, അത് ഫുള്ളായിട്ട് ഇതാക്കാതെ. ഞാൻ ക്വസ്റ്റ്യൻ എടുത്ത സമയത്ത് തന്നെ ഞാൻ കുറച്ചും കൂടി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം എടുത്തിട്ട്. അതായത് ലാസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ നമുക്ക് ആ ഒരു സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആ ഒരു ഏരിയ ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കില്ല. പക്ഷെ ഈ പറഞ്ഞ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കാൻ നല്ല ക്വസ്റ്റ്യൻസ് ഉള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഏരിയ ഓഫ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ. അപ്പൊ ആ ഏരിയയിൽ നിന്ന് ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഞങ്ങൾ പറയാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് അടുത്ത ദിവസം അല്ല എന്താണ് നമുക്ക് എന്താണ് നിങ്ങൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ പറയാം. എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും എന്ത് ചെയ്യാം പറയാം. ക്ലിയർ ആവുന്നില്ല, സ്പീഡ് ആയിന്നോ എന്നുള്ളത് കിട്ടി പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ്.